അതായത് കഴിഞ്ഞ ദിവസമാണ് ഇതേ വേദിയിൽ എൻകൗണ്ടർ ചർച്ചയിൽ ആ സംഘടിത ലൂട്ട് ഈ കാട്ടുകൊള്ള തന്നെയായിരുന്നു വിഷയം. ഏതോ ഒരു കടന്നലാണ് കമന്റ് ബോക്സിൽ ആവർത്തിക്കുന്ന ഒറ്റ കമന്റാണ്, ഈ വിഷയം ഈ ശബരിമല നിനക്ക് ചർച്ച ചെയ്ത് മടുക്കുന്നില്ലടാ മാപ്രായ. അങ്ങനെ അങ്ങ് മടുത്താൽ അങ്ങനെ കടന്നൽ സാറേ. ഈ നാട് ഇതേവരെ കാണാത്തൊരു ഡയമെൻഷനാണ്. ഏതോ ഒരു ഗോവർദ്ധൻ കട്ട മുതൽ മാർക്കറ്റ് വില കൊടുത്ത് വാങ്ങിയൊരു നോർമൽ കവർച്ചയല്ല. അയ്യപ്പ വിശ്വാസം നെഞ്ചിലെ ചങ്കിടിപ്പാക്കി കോടിക്കണക്കിന് മനുഷ്യരെ പച്ചയ്ക്ക് പറ്റിച്ചതാണ്. വിശ്വാസി വഞ്ചനയാണ്. ആ കമന്റ് ബോക്സിൽ സോഷ്യൽ മീഡിയ ഇൻബോക്സുകളിലൊക്കെ വരുന്ന അസഭ്യം തെറിവിളി ആ സൈബർ ഹൂളിഗൻസിനെ കുറ്റം പറയാവതല്ല. വിഷയം മാറാൻ പല വിഷയങ്ങൾ വന്നിട്ടും പിന്നെയും ആ വിഷയം ചർച്ചയാവുന്നതിലെ പൊള്ളലാണ്, ഇൻടോളറൻസ് ആണ്. പോട്ടെ, പോറ്റിയിൽ തുടങ്ങി മുരാരിയിലൂടെ സുധീഷ് കുമാറിൽ നിന്നും അന്വേഷണം എത്തി നിൽക്കുന്നത് ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ നോമിനി എൻ വാസുവിലേക്കാണ്. അയാൾ എൻ വാസുവാണോ പൊൻവാസുവാണോ എന്ന് SIT പറയട്ടെ. ആ പട്ടികയിലെ അടുത്ത പേരുകാരി അറസ്റ്റ് പേടിച്ച് ഓടി കോടതിയിൽ കൊടുത്തിയ സത്യവാങ്മൂലത്തിൽ മണിമണി പോലെ പറയലാണ്, ആ പവൻമാറ്റ സ്വർണം ചെമ്പാക്കിയ കള്ളത്തരം പോറ്റിയെ പോറ്റാൻ അടിച്ചിറക്കിയ അധികാരി ഉത്തരവ് നടപ്പാക്കൽ മാത്രമാണ്. കോടതി ഞാൻ നിരപരാധിയാണ് കാക്കണേ. വാദങ്ങൾ തീർന്ന് പിടിക്കപ്പെട്ട പേടിയിൽ പിടിവിട്ട സുധീഷ് കുമാറും പറയുന്നുണ്ട്, നടപ്പിലാക്കിയത് മേലാവിലെ സാറന്മാരുടെ ആമാശയം നിറച്ച ദുഷ്ടലക്ഷ്യങ്ങൾ. ആ ചോദ്യങ്ങൾ എത്തി നിൽക്കുന്നത് CPM-ന്റെ പൊളിറ്റിക്കൽ നോമിനി വാസുവിലേക്കാണെങ്കിൽ എല്ലാം ഉദ്യോഗസ്ഥർ മണ്ടക്കിട്ട് മണ്ടൻ കളിക്കുന്ന പ്രൊപ്പഗണ്ടാ പണി ഇനി കയ്യിൽ വെക്കണം. പോറ്റിയും മുരാരിയും ഉദ്യോഗസ്ഥരും എടുത്ത കള്ളപ്പണി അത്രയും ആ ബെന്യാമിന്റെ ഭാഷയിൽ AC റൂമിലെ എലിവാണങ്ങൾക്കുള്ള കൊട്ടേഷൻ പണിയാണ്. ഈ സർക്കാർ എണ്ണി എണ്ണി പറയണം മറുപടി. ആ വാസുവും പത്മകുമാറും കഴിഞ്ഞ് വർഷങ്ങൾക്കിപ്പുറം PS പ്രശാന്തും പോറ്റിക്ക് പൂമാലയിട്ടെങ്കിൽ 24-ലെ ഉത്തരവിലും ആ സ്വർണം ചെമ്പാക്കിയെങ്കിൽ അത് മുടിഞ്ഞ കോൺസ്പിറസി വഞ്ചനയുടെ വിശ്വ സർക്കിളാണ്. രാവിലെയും വൈകിട്ടും മെസ്സി വരും കേട്ടോ എന്ന് നാട്ടുകാരെ പറ്റിക്കുന്ന മന്ത്രിയുടെ കുഞ്ഞുകളിൽ ഒരു വോൾക്കാനോ കണക്ക് എരിയുന്നുണ്ട്. ആ മാമല കയറാൻ മാലയിട്ട് അയ്യപ്പന്റെ നെഞ്ചകം. സർക്കാരെ വേദന കാണാതെ ആ പെരുന്നയിലെ നായർ സാബും വെള്ളാപ്പള്ളിയും വീശുന്ന വെഞ്ചാമരം വ്യാജമാണ്. ആർത്തിമൂത്ത് വെട്ടിയകത്താക്കിയ കാട്ടുകള്ളക്കൂട്ടം കാത്തിരിക്കണം, വരുന്നുണ്ട്. കൈവിലുങ്ങുമായ SIT മാത്രമല്ല, വഞ്ചനയിൽ ഗതികെട്ട ഒരു സാധാരണ വിശ്വാസിയുടെ ചാട്ടക്കടി. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ PK ഗോപൻ, എടുക്കാൻ അനിൽ ബോസ്, ശ്രീ RV ബാബു, ശ്രീ ജോർജ് ജോസഫ് എന്നിവർ ചർച്ചയിൽ. ഞാൻ ശ്രീ PK ഗോപനിലേക്ക് വന്നു. ശ്രീ PK ഗോപൻ, ഈ വാസു പണ്ടേ പാർട്ടിക്കാരനാണ്. കുളക്കട പഞ്ചായത്ത് CPM-ന്റെ സ്ഥാനാർത്ഥി എന്ന് ജയിച്ചതാണ് പണ്ട്. പിന്നെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ പടിപടിയായി വളരുന്നു, ദേവസ്വം കമ്മീഷണറായി. അതിനു മുൻപോ പിൻപോ അങ്ങനെ ചരിത്രത്തിലാദ്യമായി ഒരു ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ നോമിനിയായ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി. ആ വാസുവിലേക്ക് ചോദ്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി എല്ലാം ഉദ്യോഗസ്ഥ വീഴ്ച എന്ന് പറഞ്ഞൊഴിയാൽ സാധ്യമാണോ ശ്രീ PK ഗോപൻ? അല്ല, അത് ഉദ്യോഗസ്ഥ വീഴ്ച എന്നുള്ള ഏകപക്ഷീയമായൊരു നിലപാടല്ല അതിൽ തുടക്കം മുതലേ ഉള്ളത്. അതിനകത്ത് ഗവൺമെൻറ്റും ഇടതുപക്ഷവും എടുത്തിട്ടുള്ള ഒരു നിലപാട് ക്രിസ്റ്റൽ ക്ലിയറാണ്. ഏത് തരത്തിലുള്ള ആളുകളിലേക്കും അതെത്തപ്പെട്ടാൽ പൂർണ്ണമായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ മാനിക്കുന്നു. അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ സജ്ജമായിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പൊതുവെ കേരളീയ സമൂഹം സ്വാഗതം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഓരോ ഇഞ്ചും ഓരോ ചുവടുവയ്പും കൃത്യതയോടുകൂടി തന്നെയുള്ള നിലപാടിലേക്ക് SIT നീങ്ങുന്നു. അവർ ഇതര സംസ്ഥാനങ്ങളിലേക്ക് യാത്രയാകുന്നു. ഏതെല്ലാം മേഖലകളിൽ നിന്നുള്ള ആളുകളെ തിരക്കാവോ അതെല്ലാം തിരക്കുന്നു. അപ്പോൾ ഗവൺമെൻറ് ആദ്യമേ എടുത്ത നിലപാട്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഏത് തരത്തിലുള്ള അന്വേഷണമാണോ പ്രഖ്യാപിക്കുന്നത് അതിനോട് യോജിക്കുക എന്ന നിലപാടെടുത്തു. മാത്രമല്ല, ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടു ഇത് പ്രത്യേകമായി അന്വേഷിക്കണമെന്ന് ഗവൺമെൻറ് തന്നെ ആവശ്യപ്പെട്ടു. ഇത്ര ട്രാൻസ്പെറൻ്റായി ക്രിസ്റ്റൽ ക്ലിയറായി ഈ പ്രശ്നത്തിൽ നിലപാടെടുത്തിരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ച് ഇത് ദേവസ്വം ബോർഡിലേക്കോ ഉയർന്ന ഉദ്യോഗസ്ഥരിലേക്കോ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്കോ കടന്നു ചെല്ലുന്നത് ഒരു തരത്തിലും അസ്വസ്ഥത ഉണ്ടാവില്ല. അവർക്കാർക്കെങ്കിലും പെശക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാട് ഗവൺമെന്റ് എടുക്കില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, സർക്കാരിന് കഴിയില്ല. കാരണം എന്താണ്? ഇത് സർക്കാരിന്റെ താല്പര്യത്തിലുണ്ടായ അന്വേഷണമല്ല. 2019 കള്ളത്തരം 2024 അത് പൂഴ്ത്തിവെക്ക് ചെയ്യുന്ന നാടറിഞ്ഞതേയില്ല. ഹൈക്കോടതി ഇടപെടൽ നാടറിഞ്ഞു. ഹൈക്കോടതി അന്വേഷണം നടക്കട്ടെ. അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ്. സർക്കാരിന് അതിൽ യാതൊരു കാര്യവുമില്ല. സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഒന്നും ചെയ്യാൻ അതിൽ സാധ്യമല്ല. പക്ഷേ PK എൻ്റെ ചോദ്യം അതായിരുന്നില്ല. എൻ്റെ ചോദ്യം എൻ വാസുവിനെ പോലെ ഒരു രാഷ്ട്രീയക്കാരനിലേക്ക്, ഒരു CPM-കാരനിലേക്ക്, CPM-ന്റെ പൊളിറ്റിക്കൽ നോമിനിയായ ഒരാളിലേക്കാണ് അന്വേഷണം വരുന്നതെങ്കിൽ ഇനി ഈ പറയുന്ന രീതിയിൽ ഉദ്യോഗസ്ഥരാണ് ഇതിനൊക്കെ കാരണക്കാരൻ, ഞങ്ങൾക്കൊന്നും പങ്കില്ല, ഞങ്ങൾക്കിത് ഒന്നുമേ ആലുവ മണപ്പുറത്തോടെ പരിചയമേ ഇല്ല എന്ന് പറഞ്ഞു നിൽക്കൽ സാധ്യമാണോ? രാഷ്ട്രീയ മറുപടി വേണ്ടി വരില്ലേ PK ഗോപൻ?
അല്ലാതെ ഈ ശ്രീ ഹാഷ്മി അങ്ങ് പിന്നെ ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൃത്യമായി മറുപടി പറഞ്ഞു. പക്ഷേ അങ്ങേക്ക് ആ മറുപടിയല്ല ആവശ്യം. ആ മറുപടി ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. ഞങ്ങളെടുത്തിട്ടുള്ള നിലപാടിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് കോടതിയുടെ ഇക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരു ഉത്തരവാദിത്വവും ഇല്ല, സംസ്ഥാന ഗവൺമെൻറ് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ലെന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താ? അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ വരുന്ന ചർച്ച എന്തൊക്കെയാണോ ശ്രദ്ധിച്ചോ. ഈ SITയുടെ കാര്യത്തിലുള്ള സംശയങ്ങൾ കോടതി ഇങ്ങനെ ചെയ്താൽ മതിയോ, അങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ വരുന്നുണ്ടല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നല്ലോ. അല്ല, അത് സ്വാഭാവികമാണല്ലോ. 2019 മുതൽ ഈ തട്ടിപ്പ് നടക്കുകയാണ്. 2024 വരെ അങ്ങും അറിഞ്ഞില്ല, ഈ കേരളത്തിൽ ഒരു കുഞ്ഞും അറിഞ്ഞില്ല. കോടതി ഇടപെട്ടപ്പോൾ മാത്രമാണ് ഈ കൊടിയ കവർച്ച, ഈ കാട്ടുകൊള്ള നമ്മൾ അറിയാൻ തുടങ്ങി. എപ്പോഴാണ് കോടതി ഇടപെട്ടപ്പോഴാ? സർക്കാർ ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ, സർക്കാർ ദേവസ്വം ബോർഡ് ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ അതിനും അന്വേഷണം നടക്കണം. അതിനും നമ്മൾ അറിയണം. നമ്മൾ ഒന്നും അറിഞ്ഞില്ല, ഒന്നും ക്ലിയർ ആയിരുന്നില്ല, എല്ലാം ഗുപ്തമായിരുന്നു, ഗോപ്യമായിരുന്നു. CPK ഗോപൻ അതുവരെ കോടതി ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് ശ്രീ ഹാഷ്മി അതിനകത്ത് പിന്നെ ഒരു കഥാപാത്രം രംഗപ്രവേശം ചെയ്തല്ലോ, ഉണ്ണികൃഷ്ണൻ പോറ്റി. അദ്ദേഹം രംഗപ്രവേശം ചെയ്തത് സർക്കാരിനെതിരായിട്ടാണല്ലോ, ദേവസ്വം ബോർഡിനെതിരായിട്ടാണല്ലോ. അദ്ദേഹം എന്തിനായിരുന്നു ആ സമയത്ത് രംഗപ്രവേശം ചെയ്ത് കേരളത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ. അയ്യപ്പ സംഗമത്തിൻ്റെ മുന്നോടിയായിട്ട് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത് എൻ്റെ പീഠം കാണാനില്ല. ആർക്കെതിരെയാണ് സർ കുന്തമന വെച്ചത്? ഗവൺമെൻറ്റിനും ദേവസ്വം ബോർഡിനും എതിരായിട്ട്. അയാളുടെ വീട്ടിൽ പോയി അത് കണ്ടെടുത്തതാരാ? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരുന്നതിന് മുമ്പ് വിജിലൻസാണ്, ദേവസ്വം വിജിലൻസാണ് കണ്ടെടുക്കുന്നത്. ദേവസ്വം വിജിലൻസ് അയാളുടെ വീട്ടിൽ പോയി ഇത് കണ്ടെടുത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരിയെ കൂടി വഞ്ചിച്ചുകൊണ്ട് അങ്ങോട്ടൊരു സമീപനം സ്വീകരിച്ചപ്പോൾ, എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് തുടക്കം മുതലേ ശബരിമല വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി ജനങ്ങളുടെ മുമ്പിൽ അതിൻ്റെ വിശ്വാസത്തിൽ വാശിയുണ്ട്. അല്ലാതെ കാട്ടുകള്ളത്തരവാ എപ്പോഴാ തുടങ്ങിയേ? ഇത് കോടതി കയ്യോടെ പിടിച്ചപ്പോഴാണല്ലോ തുടങ്ങുന്നേ. അതുവരെ നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ ഈ മാരക ഉടായ്പ്? ചരിത്രത്തിൽ ഇന്നേവരില്ലാത്ത ഈ കള്ളത്തിൽ നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ? CPK ഗോപൻ കോടതി കയ്യോടെ പിടിച്ചപ്പോഴേക്ക് വേറെ നിവൃത്തിയില്ല, ഓരോന്ന് പുറത്തു വന്ന് തുടങ്ങിയതാ. സർക്കാർ ഒരു ക്രെഡിറ്റും ഇല്ല. ഉണ്ടോ? അത് നിങ്ങൾക്ക് അറിയേണ്ടതില്ല. അവിടെ 1,87,00,000 രൂപയുടെ പേരിൽ ഒരു ജീവനക്കാരനെ പുറത്താക്കിയത് കാശ്മീർ അറിഞ്ഞില്ലായിരുന്നോ? അവിടെ ശിവകുമാർ സാർ മന്ത്രിയായിരിക്കുമ്പോഴേ, UDFൻ്റെ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനെ 1,87,00,000 രൂപയുടെ ക്രമക്കേട് നടത്തി പുറത്താക്കിയത് 99-ന് ശേഷമാണോ സാർ? നമ്മൾ അറിഞ്ഞു. അവിടെ ഒരു പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അറിഞ്ഞു. ഈ ഗുപ്തപ്പണി, ഈ ദേവസ്വം ബോർഡിന്റെ കള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒരു കള്ളപ്പോറ്റി, മുരാരി പോലുള്ള കുറെ ഉടായ്പ സംഘങ്ങൾ, അതിനുള്ള എല്ലാവിധ ഒത്താശ, ഈ കടത്ത്, ഈ കോടികളുടെ വെട്ടിപ്പ് ഒന്നും നമ്മൾ അറിഞ്ഞില്ല. അതാ പ്രശ്നം. ഇത് കോടതി ഇടപെട്ടപ്പോഴാണ് നമ്മൾ അറിഞ്ഞല്ലേ. അങ്ങ് അപ്പോഴല്ലേ അറിഞ്ഞു? അങ്ങേക്ക് എന്തെങ്കിലും ധാരണ ഉണ്ടോ? ആർക്കെങ്കിലും ധാരണ ഉണ്ടായോ? അതല്ല പറഞ്ഞത്. അതിന് മുമ്പുണ്ടായിരുന്ന ഇത്തരം സംഭവങ്ങളിലെല്ലാം നിലപാടെടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞേ. അതുകൊണ്ട് ഇതിൻ്റെ കാര്യത്തിലും ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ, ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയൊക്കെ എടുത്ത നിലപാടെന്താ ഹാഷ്മി? ബഹുമാന്യനായ ഹാഷ്മി അത് ചൂണ്ടിക്കാണിക്കാത്തത് എന്താ? അക്കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്താൻ പറ്റുന്നതാണോ? കാരണം ഗവൺമെൻറ് പറയുന്നത് ഇന്നത്തെ ഗവൺമെൻറ് തീരുമാനിച്ചു കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡ് അംഗമോ പ്രസിഡൻറ്റോ ഉത്തരവാദിയാണെങ്കിൽ അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ലെന്ന് എത്ര കൃത്യമായിട്ടാണ് ഈ ഗവൺമെൻറ് നിലപാടെടുക്കുന്നത്. അയാളെ സംരക്ഷിക്കില്ല, അയാൾക്ക് വേണ്ടി കോടതി പോവില്ല, അയാൾക്ക് വേണ്ടി വാദിക്കില്ല, അയാൾ പാർട്ടിയിലുണ്ടാവില്ല, അയാൾ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയില്ല. അതിനേക്കാൾ നല്ലതായിട്ടൊരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെയാണ് പരിഹരിക്കുന്നത്? ഞങ്ങൾ അടക്കിപ്പിടിച്ച് നിർത്തുകയാണോ? ഞങ്ങൾ അവരെ സംരക്ഷിക്കുകയാണോ? SITയുടെ അന്വേഷണത്തിൽ ഞങ്ങൾ ഇടപെടുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഇടപെടുന്നുണ്ടോ? കോടതി വെച്ചിരിക്കുന്ന കമ്മീഷൻ സംസ്ഥാന ഗവൺമെൻറ് പരിധിയിൽ വരുന്നവരാണല്ലോ അവർ. ഞങ്ങൾ ഇടപെടുന്നുണ്ടോ? ഇടപെടുന്നില്ല എന്ന് മാധ്യമങ്ങൾക്ക് ഒറ്റക്കെട്ടായിട്ട് പറയേണ്ടി വരുന്നു. കാരണം അവർ വളരെ ട്രാൻസ്പെറൻ്റായി സുതാര്യമായി അവരുടെ അന്വേഷണം നടക്കുകയാണ്, ഗവൺമെൻറ് സഹായം കൊടുക്കുകയാണ്. ഇതിനപ്പുറത്ത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒറ്റ കാര്യം കൂടെ CPK അങ്ങനെ പൂർണ്ണമായി തള്ളി പറയുകയാണെങ്കിൽ, CPK ഗോപൻ ഇവിടെ 19 ഉടായ്പ നടത്തി എന്ന് വളരെ വ്യക്തമായ ബോധ്യമുള്ള ഈ കള്ളപ്പോറ്റിക്ക് 24-ലും ഏതോ ഗ്യാരണ്ടിയുടെ പേരിൽ പരവതാനി വിരിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തന്നെ ഈ ദേവസ്വം ബോർഡിനോട് ഇറങ്ങിപ്പോകാൻ സർക്കാർ പറയേണ്ടതാണ്. അപ്പോൾ പറഞ്ഞില്ല, പോട്ടെ. ഇതാ ഏറ്റവും ഒടുവിൽ വന്ന ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ 2019 കള്ളത്തരം മറച്ചുവെക്കാനാണ്, ഈ ഗോൾഡ് പിൽഫറേജ് മറച്ചുവെക്കാനാണ് 2024 അറ്റകുറ്റപ്പണി എന്ന് വ്യക്തമായി ഉത്തരവിൽ എഴുതി വെക്കുമ്പോഴെങ്കിലും പറഞ്ഞു വിട്ടില്ല. 24 ഇറങ്ങിയ ഉത്തരവിലും ഇതാണ്ട് ഈ പറഞ്ഞ തുടക്കത്തിൽ സ്വർണം എന്ന് പറഞ്ഞ് ആ തീരുമാനം വിധിഭാഗത്തേക്ക്, ഉത്തരവ് ഭാഗത്തേക്ക് വരുമ്പോൾ സ്വർണം പൂശൽ ജോലികൾക്കുമായി നിലവിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുവാളിയായി. 24 ഉത്തരവിലും സ്വർണം ചെമ്പായി. ഈ ഉടായ്പകളുടെ പരമ്പര ഇപ്പോഴും വരുമ്പോൾ പ്രശാന്തിന് കാലാവധി നീട്ടിക്കൊടുക്കില്ല എന്ന് PK ഗോപന് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇപ്പോൾ
ഈ ദേവസ്വം ബോർഡിന് കാലാവധി നീട്ടിക്കൊടുക്കില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? അല്ല, പ്രശാന്തിന് കാലാവധി നീട്ടി കൊടുക്കുമെന്നും പറയാൻ പറ്റില്ലല്ലോ. അല്ല, കൊടുക്കില്ല എന്ന് ഉറപ്പ് പറയോ? അല്ല, കൊടുക്കാൻ കഴിയില്ല. കാലാവധി നീട്ടി കൊടുക്കുമെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇല്ല, കാലാവധി നീട്ടിക്കൊടുക്കാൻ കഴിയില്ല. കാരണം എന്താണ്? അത് വരട്ടെ. ഹൈക്കോടതി ഉത്തരവിൽ സംശയം പ്രകടിപ്പിക്കുക, അതുകൊണ്ട് നീട്ടിക്കൊടുക്കാൻ കഴിയില്ല. എനിക്ക് അങ്ങോട്ടുള്ള ചോദ്യം കാലാവധി നീട്ടിക്കൊടുക്കില്ല എന്ന് അങ്ങേക്ക് ഉറപ്പുണ്ടോ? ഇല്ല, അങ്ങേക്ക് പറയാൻ അത് കഴിയില്ല. ഞാനതല്ലേ പറഞ്ഞേ. അല്ല, ഞാൻ പറയുന്ന അതല്ലല്ലോ. കാലാവധി നീട്ടി കൊടുക്കുമെന്നോ കൊടുക്കില്ലെന്നോ ഉള്ളത് ഹൈപ്പോത്തിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അതിപ്പോൾ എടുക്കാൻ പോകണ്ട. നമുക്ക് അത് ഇനിയും ചർച്ച ചെയ്യാനുള്ള സമയമുണ്ടല്ലോ. തന്നെയാൽ ഇത് പിടിവിട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് അതിലേക്കല്ല പോകേണ്ടത്. നേരെ മറിച്ച് അക്കാര്യത്തിൽ ആർക്കും സംരക്ഷണം കൊടുക്കില്ല എന്നുള്ള ഉറപ്പാണ്. ഇനി അങ്ങ് പറഞ്ഞ കാര്യം 2024 25 അതൊന്നും ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വന്നില്ല. ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കൃത്യമായിട്ട് വരുമ്പോൾ ഈ അന്വേഷണ കമ്മീഷൻ അന്വേഷണം നടത്തി FIR സമർപ്പിച്ച് കോടതി അക്കാര്യത്തിലുള്ള നിരീക്ഷണം നടത്തുമ്പോൾ ആരെയെങ്കിലും സംരക്ഷിക്കുന്നോ നിങ്ങൾ നോക്ക്. ഗവൺമെന്റ് അവരെ ആവശ്യമില്ല. കോടതിക്കുള്ള നിരീക്ഷണത്തിന് വേണ്ടിയാണ് ഈ ദേവസ്വം ബോർഡിനെ പിടിച്ചിറക്കി വിടാൻ നിങ്ങൾ കാത്തിരിക്കുന്നത്. കോടതി നിരീക്ഷണം നടത്തി. കോടതി ഉത്തരവൊക്കെ വായിച്ചിട്ടാണ് നിരീക്ഷണം നടത്തിയത്. കോടതി പറയുന്നത് 2000 ഞാൻ വേണേ വായിച്ചു കേൾപ്പിക്കാം വേണമെങ്കിൽ. കോടതിക്ക് ഉറച്ച കൺവെൻഷനിൽ കോടതി പറയുകയാണ് 2019 ഈ ഗോൾഡ് പിലിഫറേജ് മറച്ചു വെക്കാനാണ് 2024 ഈ അറ്റകുറ്റപ്പണി എന്നുള്ള കള്ളത്തരമാണെന്ന് കോടതി പറയുകയാണ്. ശക്തമായ നിരീക്ഷണമാണ്. ഒരു നിരീക്ഷണത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെങ്കിൽ ഇനഫാണത് അല്ലേ? അതല്ല, അത് കോടതി SITക്ക് കാലാവധി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമാകട്ടെ. അവരിപ്പോൾ ഒരു പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു. അവർ അറസ്റ്റ് ചെയ്തില്ല. അവർ വിട്ടിരിക്കുകയാണ്. കാരണം അവർക്ക് എവിഡൻസ് കിട്ടാനുണ്ട്. എവിഡൻസ് കിട്ടിയിട്ട് പോരെ നമ്മളൊരാളെ കുറ്റക്കാരനാക്കി മാറ്റുന്നത്. അത് കുറ്റക്കാരനാണെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന പ്രശ്നം ഇല്ലല്ലോ. ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി ആണല്ലോ. പ്രൊട്ടക്ട് ചെയ്തിട്ടില്ലല്ലോ. 2019 ഫെബ്രുവരി 14 ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ വി സുധീഷ് കുമാർ വാസു അനുമതിക്കായി ദേവസ്വം ബോർഡിന് കൊടുത്ത കത്തിൽ കട്ടള പൊതിഞ്ഞ ചെമ്പ് എന്നത് അപ്രത്യക്ഷമാകുന്നു. അത് സ്വർണം ചെമ്പാവുന്നു. സ്വർണ്ണപ്പാളി രേഖാമൂലം ചെമ്പാക്കിയതിന്റെ ആദ്യ സൂത്രധാരൻ ഈ വാസുവാണ്. അതിന് തെളിവ് വേണോ? ഇനിയും വ്യക്തമാകാനുണ്ടോ? അറസ്റ്റ് ചെയ്യുന്നൊക്കെ SIT ആലോചിക്കട്ടെ. എന്താ ഈ പറയുന്നേ? ഒരു കാര്യം ചെയ്യും, മാധ്യമങ്ങൾ പ്രതികളെ പ്രഖ്യാപിച്ച് അറസ്റ്റ് ചെയ്യിപ്പിക്കുക. അല്ല, ഇപ്പം എന്താ ചെയ്യുക? ഇവിടെ SIT അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക. അവർ വാസുവിനെ വിളിച്ച് ചോദ്യം ചെയ്തു. ശ്രീ N വാസുവിനെ. അദ്ദേഹം വളരെ പ്രായമുള്ളൊരു മനുഷ്യനാണ്. അങ്ങനെ വിളിച്ചത് ക്ഷമിക്കണം. അദ്ദേഹത്തെ പോലെ ഒരാളെ വിളിച്ച് ചോദ്യം ചെയ്തു. അങ്ങനെ ചോദ്യം ചെയ്തിട്ട് വിട്ടയച്ചപ്പോൾ നിങ്ങളെ വിളിച്ച് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ നിങ്ങളുടെ പേരിൽ നടപടി എടുത്തിരിക്കുന്നു. അങ്ങനെയാണോ? അത് കോടതി സമർപ്പിക്കട്ടെ, കോടതി നിരീക്ഷിക്കട്ടെ. എന്നിട്ട് ഈ റിപ്പോർട്ട് പൂർത്തിയാകുമ്പോൾ കോടതി ഒരു കൺക്ലൂഷൻ എത്തുമല്ലോ. എത്തിയതിനു ശേഷം രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു. നമുക്ക് നോക്കാം. അതുപോലെ അതിനിപ്പുറത്തേക്ക് നിങ്ങൾ പറയുമ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്യണം, മറ്റവരെ അറസ്റ്റ് ചെയ്യണം, നടപടി സ്വീകരിക്കണം എന്നുള്ളതാണോ അതിൻ്റെ അർത്ഥം? നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ, നമുക്ക് മുന്നിലുള്ള രേഖാമൂലമുള്ള യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. കാര്യം അവിടുത്തെ സ്വർണം ചെമ്പായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സ്വർണം ചെമ്പാക്കിയതിൻ്റെ ആദ്യ ആൾ വാസുവാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഉത്തരവുകൾ രേഖാമൂലം നമുക്ക് മുന്നിലുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ SIT എപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത് അവരുടെ തീരുമാനമാണ്. നമുക്ക് പറയാൻ പറ്റുമോ? SIT പോയി അറസ്റ്റ് ചെയ്യാൻ പറയാൻ പറ്റുമോ? അത് തീരുമാനിക്കട്ടെ. എന്റെ ഹാഷ്മി താജ് ഇബ്രാഹിം അങ്ങോട്ട് ചോദ്യം ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇത്രയും ക്ലിയർ ആയിട്ട് അങ്ങക്ക് ഈ ധാരണയുണ്ട്, ഇത്രയും ക്ലിയർ ആയിട്ട് SITക്ക് ധാരണയുണ്ടെങ്കിൽ ശ്രീ N വാസുവിനെ അറസ്റ്റ് ചെയ്യാതെ വിടുവോ സാറേ? അല്ലാതെ SITയുടെ തീരുമാനം നമ്മുടെ തീരുമാനമാണോ? വേണ്ടത്ര കിട്ടാത്തോണ്ടല്ലേ അവർ അറസ്റ്റ് ചെയ്യാതെ വിട്ടത്. അല്ല, അത് കോടതിയുടെ അനുമതിക്കായി നാളെ ഇടക്കാല ഉത്തരവിന് വേണ്ടി SIT കാത്തിരിക്കുകയാണോ എന്ന് നമുക്കൊന്നും അറിയില്ല. അത് നാളെ ഇടക്കാല ഉത്തരവ് വരട്ടെ, കോടതി ഉത്തരവിടട്ടെ, വന്നോട്ടെ. കോടതി ഉത്തരവിടട്ടെ. അത് നമ്മുടെ തലവേദനയല്ല. ദൃഷ്ടി ഉള്ളത് കൊണ്ട് അങ്ങ് അത് പറയുന്നു. N വാസു ഇന്ന കാരണത്താൽ കുറ്റക്കാരനാണ്. ദീർഘദൃഷ്ടി SITക്ക് ഇല്ലല്ലോ. അങ്ങേക്ക് ആ ദീർഘദൃഷ്ടി വരാൻ ഞാൻ അയച്ചു തരാം. അങ്ങേക്ക് ആ ദീർഘദൃഷ്ടി വരാൻ ഈ പറയുന്ന എല്ലാ ഉത്തരവുകളും ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. ആ ദീർഘദൃഷ്ടിയൊന്നുമല്ല, ഈ ജസ്റ്റ് ഉത്തരവുകൾ വായിച്ചു നോക്കിയാൽ മതി. ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. അതിൽ എനിക്ക് തർക്കമില്ല സർ. അങ്ങയുടെ കയ്യിൽ ഉത്തരവുണ്ടെന്നും അത് എനിക്ക് അയച്ചാൽ കിട്ടുമെന്നും എനിക്ക് തർക്കമില്ല. എന്റെ പ്രശ്നം അതല്ല. ദീർഘദൃഷ്ടിയുടെ കാര്യമില്ല. SITക്കും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും അല്ല ശ്രീ PK ഗോപൻ, ഇത് വലിയ ദീർഘദൃഷ്ടിയുടെ കാര്യമില്ല. പ്രഖ്യാപിച്ച് അറസ്റ്റ് ചെയ്യിക്കുന്നല്ല. ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റും? ഇതിൽ വലിയ ദീർഘദൃഷ്ടിയുടെയോ അജ്ഞതയുടെയോ കാര്യമില്ല. ഇത് നമുക്ക് മുന്നിലുള്ള രേഖാമൂലമുള്ള പേപ്പറുകളാണ്. ആ പേപ്പറുകൾ അപഗ്രഥിക്കുന്ന SITയും അന്വേഷണവും കോടതിയും ഒക്കെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ പറയാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല വാസുവിനെ? അത് SIT പറയണം. അത് SIT പറയേണ്ടതല്ലേ? SITയോട് ചോദിച്ചാട്ടെ അങ്ങ് എന്താ അറസ്റ്റ് ചെയ്യാത്തത്? SITയോട് ചോദിക്കാൻ പറ്റുമോ എന്താ അറസ്റ്റ് ചെയ്യാത്തത്? അപ്പൊ അതിന്റെ അർത്ഥം അങ്ങ് SIT സംശയിക്കുന്നതാണോ? ഇല്ലാന്നേ, SIT തീരുമാനിക്കണമെന്നല്ലേ പറയുന്നത്. SIT തീരുമാനിക്കണം. നമുക്ക് മുന്നിലുള്ള പേപ്പറും രേഖയും പറഞ്ഞു തന്നേ ഉള്ളൂ. അതൊരു ദീർഘവർഷണത്തിന് കാര്യമില്ല.
ശ്രീ ഹാഷ്മി, അങ്ങേക്ക് സംശയമുണ്ടോ? SIT സംശയമുണ്ടോ? ഞാൻ എന്തിനാണ് സംശയിക്കുന്നത്? SIT തീരുമാനിച്ചോട്ടെ. ഓക്കെ, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പൊ SIT തീരുമാനിക്കട്ടെ. SIT തീരുമാനിക്കട്ടെ. പക്ഷെ നമുക്ക് മുന്നിലുള്ള തെളിവ് പ്രകാരം ഈ പറയുന്ന ആദ്യ സ്വർണം ചെമ്പായത് വാസുവിന്റെ കാലത്താ. അതിലെനിക്ക് തർക്കമുണ്ടോ? വീണ്ടും അത് പറയാ. അതിലെനിക്ക് തർക്കമുണ്ടോ? വാസുവിന്റെ കാലത്ത് ചെമ്പായെങ്കിൽ ശ്രീ വാസു അദ്ദേഹം അനുഭവിക്കട്ടെ സാറേ. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യട്ടെ. അത് മാത്രം മതി. ലീഡർഷിപ്പിലുള്ള ഒരാളല്ല വാസു. അത് മാത്രം മതി. ശ്രീ അനിൽ ബോസ്, ഈ ദ്വാരപാലക ശില്പങ്ങൾ മാത്രമല്ല, കട്ടളപ്പണി എന്താണ് ഏറ്റവും കൂടുതൽ കട്ടളവന്നല്ലോ, അതിന് കേസെടുത്തല്ലോ. തട്ടിപ്പിന്റെ മോഡസ് ഓപ്പറാണ്ടി ഒരുപോലെയാണ്. ഇതിനിടയിൽ അടിച്ചു മാറ്റിയ സ്വർണം 15 ലക്ഷം രൂപയ്ക്ക് ഏതൊരു ഗോവർദ്ധൻ വാങ്ങിയെന്നോ കേൾക്കുന്നുണ്ട്. എനിക്കറിയില്ല. അതൊരു ഗോവർദ്ധൻ. അങ്ങനെയാണെങ്കിൽ മാത്രമല്ല, ഗോവർദ്ധൻ ഈ പോറ്റിക്ക് 70 ലക്ഷം രൂപ കൊടുത്തു എന്നൊക്കെയാണ് ഇന്നലെ കേട്ടത്. അങ്ങനെയാണെങ്കിൽ എത്ര ഗോവർദ്ധന്മാരുണ്ടെന്നും എത്ര ലക്ഷങ്ങൾ എത്ര കോടികളുണ്ടെന്നും ഈ കള്ളന്മാർ അയ്യപ്പനെ വെച്ച് എത്ര കോടി ഉണ്ടാക്കിയെന്നൊക്കെ ആർക്കറിയാം? തട്ടിപ്പിന്റെ വ്യാപ്തി കടൽ പോലെയാണെന്നാണ് കേൾക്കുന്നത്. അതൊരു ദ്വാരപാലകളിൽ നിന്നുകൂടാ. അനിൽ ബോസ്, അതിനുള്ള അതിലേക്ക് അന്വേഷണം ഈ SIT കൊണ്ടുപോകുന്നു കരുതാവോ? ലക്ഷോപലക്ഷം വരുന്ന ഭക്തസമൂഹം, അയ്യപ്പ വിശ്വാസികൾ ഈ വിഷയത്തിൽ മാതൃകാപരമായ ഒരു നടപടി ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നു. SITയിൽ നിന്നും കോടതിയിൽ നിന്നും അതുണ്ടാകും എന്നാണ് നാം കരുതുന്നത്. പക്ഷേ ഇതിൽ ഉണ്ടാകുന്ന കാലവിളംബം ഒരുപാട് സംശയങ്ങൾക്കിട നൽകുന്നുണ്ട് ഹാഷ്മി. ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2019 നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. 2019 വളരെ കൃത്യമായി അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ ഈ പറയുന്ന ദ്വാരപാലക ശില്പം പുറത്ത് കൊടുത്തു വിടാൻ പാടില്ല എന്നെഴുതി കൊടുത്തിരുന്നതാണ്. ആ കൊടുത്ത റിപ്പോർട്ടിനെ മറികടന്നുകൊണ്ടാണ് അത് കൊടുത്തു വിട്ടതും ഈ പറയുന്ന സ്വർണ്ണപ്പാളി ചെമ്പായി മാറിയത്. പലവട്ടം നമ്മൾ ചർച്ച ചെയ്തു. ഇപ്പോഴുള്ള പ്രസക്തി, പുതിയ കാല പ്രസക്തി എന്താ? പുതിയ കാല പ്രസക്തി 2019 ഞങ്ങളറിഞ്ഞോ, നിങ്ങളറിഞ്ഞോ, പ്രതിപക്ഷം അറിഞ്ഞോ, മാധ്യമപ്രവർത്തകരറിഞ്ഞോ, നമ്മളാരും അറിഞ്ഞില്ല. അറിഞ്ഞവരാരും അത് പുറത്ത് പറഞ്ഞുമില്ല. അറിയാൻ കഴിയുന്നത് ആർക്കാണ്? നമുക്കാർക്കും അല്ലല്ലോ. ഏറ്റവും പ്രധാനമായി ഇത് അറിയാൻ കഴിയുന്നത് ദേവസ്വം ബോർഡ് അധികാരികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കുമാണ്. അവരാരും ഭരണസമിതിയിൽപ്പെട്ടവരാണെങ്കിലും ഉദ്യോഗസ്ഥ ലെവലിൽപ്പെട്ടവരാണെങ്കിലും അവരാരും ഇത് പുറത്ത് പറഞ്ഞില്ല. ഇപ്പം കൂടുതൽ ഗൗരവം ഉണ്ടാകുന്നതിൻ്റെ കാര്യം എന്താ? ഇപ്പോഴത്തെ തിരുവാഭരണം കമ്മീഷണർ സ്വർണം പൂശിയ ചെമ്പുപാളി അതിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്യണം എന്ന് റിപ്പോർട്ട് കൊടുക്കുന്നു. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താ ചെയ്യേണ്ടത്? സ്വർണം പൂശിയ ചെമ്പുപാളിയുടെ അറ്റകുറ്റപ്പണി തീർക്കണമെങ്കിൽ അതിൻ്റെ അനന്തര നടപടികൾക്ക് എന്താണോ ദേവസ്വം മാനുവൽ അംഗീകരിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. അതിനു പകരം സ്വർണം പൂശിയ ചെമ്പുപാളി എന്നതിന് പകരം ചെമ്പുപാളി സ്വർണം പൂശാനെന്നാക്കി മാറ്റി. അതാണ് പ്രശ്നം. തിരുവാഭരണം കമ്മീഷൻ കൊടുക്കുന്ന റിപ്പോർട്ടിൽ സ്വർണം പൂശിയ ചെമ്പുപാളി, ദേവസ്വം പ്രസിഡന്റിൻ്റെ ഉത്തരവായി ഇറങ്ങുമ്പോൾ ചെമ്പ് സ്വർണം പൂശാൻ. വീണ്ടും 2019 തനിയാവർത്തനം നടന്നിരിക്കുന്നു. അത് കഴിഞ്ഞു. ഞാൻ പറയുന്നത് ആ ഉത്തരവ് അങ്ങനെ തുടങ്ങി, അതിന്റെ മധ്യഭാഗത്തേക്ക് എത്തുമ്പോൾ ആ സ്വർണ്ണവും പോയി, പ്യുവർ ചെമ്പായി. പിന്നെയും 24 ഉത്തരവിൽ അനിൽ ബോസ്. അതെ, തീർച്ചയായിട്ടും 2019 ആവർത്തിച്ചിരിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഗൗരവപൂർവ്വം കാണേണ്ടത് എന്താണെന്നറിയാം? നമ്മളിപ്പോൾ SIT അന്വേഷിച്ച് വരുമ്പോൾ നടപടി എടുത്തോട്ടെ, പിന്നെ ശ്രീ N വാസുവിനെ അറസ്റ്റ് ചെയ്തോട്ടെ എന്നൊക്കെ CPM പ്രതി വളരെ ആവേശത്തോടു കൂടി പറയുന്നുണ്ടല്ലോ. മുൻകൂട്ടി നമ്മൾ വിധി പറയേണ്ട കാര്യമില്ല. വരുമ്പോൾ നമുക്ക് ആലോചിക്കാം, കാലാവധി നീട്ടിക്കൊടുക്കില്ലയോ. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം അറിഞ്ഞിരിക്കാൻ പറയുകയാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് കമ്മീഷണറായിരുന്ന ആൾ ഒരു ഫയൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വരുന്നത് എങ്ങനെയാണ്? നേരിട്ട് എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു ഫയൽ പ്രിപ്പയർ ചെയ്യത്തില്ലല്ലോ. തിരുവാഭരണം കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, ഇത്തരം കാര്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ റിപ്പോർട്ട് ഞാൻ പേരെടുത്ത് പറയുകയാണ്, മാധ്യമങ്ങളിൽ വന്നതുകൊണ്ട് പേരെടുത്ത് പറയുകയാണ്. അക്കാലയളവിൽ N വാസുവിൻ്റെ കാലയളവിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷിൻ്റെ റിപ്പോർട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ആ റിപ്പോർട്ട് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ പേര് പരാമർശിച്ചത്. ആ കൊടുത്ത റിപ്പോർട്ടിന് ഘടകവിരുദ്ധമായിട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചെമ്പാക്കി ഉത്തരവിറക്കിയത്. അങ്ങനെ ഉത്തരവിറക്കുമ്പോൾ ആ ഫയൽ പ്രിപ്പയർ ചെയ്ത ഒരാളുണ്ടാവും. നേരിട്ട് ഒരു പ്രധാനപ്പെട്ട ചെയർമാൻ ആയാലും മിനിസ്റ്റർ ആയാലും പ്രസിഡന്റ് ആയാലും ആ പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആളുകളല്ല നേരിട്ട് ഫയൽ റെഡിയാക്കുന്നത്. അത് റെഡിയാക്കിയത് ആരാണ്? അത് റെഡിയാക്കിയ ഉദ്യോഗസ്ഥൻ ആരാണ്?
എന്ന് പറഞ്ഞാൽ ആ സെക്ഷൻ കൈകാര്യം ചെയ്ത ക്ലർക്കാരാണ്. അദ്ദേഹം സർവീസിലുണ്ടോ? ഹാഷ്മി ഉത്തരവാദിത്തപൂർവ്വം ഞാൻ പറയാം, അദ്ദേഹം സർവീസിലുണ്ടോ? ഉറപ്പായും ഞാൻ പറയുന്നു സർവീസിലുണ്ട്. ആ സർവീസിലുള്ള ഉദ്യോഗസ്ഥൻ്റെ പദവി എന്താണിപ്പോൾ? ആ പദവിയിൽ നിന്ന് അദ്ദേഹം വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് പോയോ, ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്നു? റിട്ടയർ ചെയ്ത് പോയോ? അന്വേഷിക്കട്ടെ. അന്വേഷിക്കട്ടെ. ആ ഫയല് പ്രിപ്പയർ ചെയ്ത ആളിനറിയാം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ തലയിൽ രാഷ്ട്രീയ എതിരാളി ആയതുകൊണ്ട് അയാളെ അങ്ങ് തൂക്കിക്കൊല്ലണമെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ഞാൻ അതല്ലല്ലോ പറയുന്നത്. മാറി മാറി വരുന്ന പ്രസിഡന്റുമാരെ കേന്ദ്രീകരിച്ച് അവരെല്ലാം തൂക്കിക്കൊല്ലണം എന്ന് പറയുന്ന രാഷ്ട്രീയം ഞാൻ മുന്നോട്ട് വയ്ക്കുന്നില്ല. ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം, അവരത് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അവർ ചെയ്യുന്നതിന് വേണ്ടി ആ ഫയൽ പ്രിപ്പയർ ചെയ്ത ആൾ ആരാണ്, ആ സെക്ഷൻ്റെ പ്രധാനപ്പെട്ട ക്ലർക്കാരാണ്, അയാൾ ഇന്നിരിക്കുന്ന തസ്തിക എന്താണ്, ആ ആളെ ഇവർ ചോദ്യം ചെയ്തിട്ടുണ്ടോ, ആ ആളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ, ആ ആൾ ഫയൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്വർണം ചെമ്പാക്കാൻ ആരാണ് പറഞ്ഞത്, ആ നടപടിക്രമം അങ്ങ് നടന്നാൽ മതി. അദ്ദേഹം എന്തിനിപ്പോൾ ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്നു? അന്വേഷിച്ചാൽ മതി. വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് പറയുന്നത്. അവിടെ കൊണ്ട് ഈ പറയുന്ന എല്ലാ വിവാദങ്ങളും കെട്ടടങ്ങും. ആരൊക്കെയാണ് അതിൽ കൃത്യമായ പ്രതികളെന്ന് നമുക്കറിയാൻ കഴിയും. മനസ്സിലായോ? ഇപ്പോൾ പോലും തിരുവാഭരണം കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിന് വിരുദ്ധമായിട്ടാണ് ബോർഡിൻ്റെ ഉത്തരവിറങ്ങിയത്. സമാന സ്വഭാവമാണ് 2019 2024 11 മാസത്തിലും ഉണ്ടായിരിക്കുന്ന ഒരേ നടപടിയാണ്. സ്പെഷ്യൽ ഓഫീസർ അറിയുന്നില്ല, നിർബന്ധമായും കോടതി ഉത്തരവുകളാണ് സ്പെഷ്യൽ ഓഫീസർ അറിഞ്ഞിരിക്കണം എന്ന്. അറിയിച്ചോ? നിലവിലെ ബോർഡ് അറിയിച്ചോ? പഴയ ബോർഡിൻ്റെ കാലത്താണ് ചെയ്തത്, അവരുടെ കുറ്റമാണ് എന്ന് പറഞ്ഞാൽ ഈ ബോർഡിൻ്റെ കാലത്ത് നടന്നത് സ്പെഷ്യൽ ഓഫീസറെ അറിയിച്ചില്ലല്ലോ. കോടതിയിൽ പോയി ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമുണ്ടോ? പക്ഷെ ഒരു കാര്യം ഉണ്ടായി, തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് നമുക്ക് 19 പോലെ പോറ്റിക്ക് യഥേഷ്ടം തോന്നിവാസം കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. ഇപ്പോൾ പ്രതിസ്ഥാനത്ത് വന്നിട്ട് അതെന്തോ പിടിക്കപ്പെടുമെന്നായപ്പോഴേക്കും ഇത് എന്താണ്, ഇത് പോറ്റിക്ക് ആൾക്കാരോട് പോകാൻ തീരുമാനമായി. അത് മാത്രമാണ് വ്യത്യാസം. മാത്രമല്ല ഹാഷ്മി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അല്ല, ഒരു സെക്കൻഡ് ഹാഷ്മി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. CPM-ന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് എന്തായാലും ഒരു കോൺഗ്രസ്സുകാരനെ വെക്കുമോ? ഇല്ലല്ലോ. കോൺഗ്രസ്സുകാരനെ വെക്കുമോ? ഈ 2019 സംഭവം നടക്കുമ്പോൾ ദേവസ്വം കമ്മീഷണറായിരുന്ന N. വാസു, അന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് എന്ന് പറയുന്ന ആളെ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി. എന്തായാലും കോൺഗ്രസ്സുകാരനെ ആക്കത്തില്ലല്ലോ. ആക്കുവോ? ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കുവോ? വളരെ കൃത്യമായി ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ മാത്രം ടാർഗറ്റ് ചെയ്തല്ല അന്വേഷണം പോകേണ്ടത്. ദേവസ്വം ബോർഡിൽ ആര് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറിയാലും കയറിയാലും ദേവസ്വം ബോർഡിൽ ഇരിക്കുന്ന പ്രൈവറ്റ് സെക്രട്ടറി പദവിയിലും പേഴ്സണൽ സ്റ്റാഫിൽ ഇരിക്കുന്ന ആളുകളുടെ അക്കൗണ്ടുകൾ പരിശോധിക്കുന്നത് നിങ്ങൾ. ഗവൺമെന്റ് അല്ലേ സുതാര്യമായിട്ടാണ് അന്വേഷണം നടത്തുന്നതെങ്കിൽ CPM പറഞ്ഞത് ഈ ചർച്ചയിൽ ആവശ്യപ്പെടട്ടെ. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തണ്ട, അവരെക്കുറിച്ച് മാത്രം അന്വേഷിക്കേണ്ട. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നവരും പേഴ്സണൽ സ്റ്റാഫിൽ ഇരുന്നവരുമായിട്ടുള്ള ആളുകൾ കൂടി അന്വേഷിക്കണമെന്ന് CPM പ്രതി അദ്ദേഹത്തിന്റെ നിലപാട് സുതാര്യമാണെങ്കിൽ ഈ ചർച്ചയിൽ അന്വേഷിക്കട്ടെ. എല്ലാവരുടെയും സാമ്പത്തികം അന്വേഷിക്കട്ടെ, എല്ലാവരുടെയും വരവും ചെലവും അന്വേഷിക്കട്ടെ, എല്ലാവരും ഉണ്ടാക്കിയ രമ്യഹർമ്മങ്ങളും ഉണ്ടാക്കിക്കൂട്ടിയ അസറ്റുകളും വാങ്ങിക്കൂട്ടിയ സ്വത്തൊക്കെ അന്വേഷിക്കട്ടെ. എല്ലാ കാര്യവും അന്വേഷിക്കും. ഞാൻ എത്താം. ഷാറി ബാബു, ഇവിടെ CPK-യോട് ആവർത്തിച്ച് ചോദിച്ചു SIT-യിൽ വിശ്വാസമുണ്ട്. എനിക്ക് SIT-യിൽ വിശ്വാസം കുറവൊന്നുമില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ ആശങ്ക എന്താണ്? ഇപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻ്റെ വക്കീൽ ആദ്യം എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ആകെ തങ്കപ്പാളി പ്യുവർ ചെമ്പുപാളി കിട്ടിയാൽ മാത്രമേ സ്വർണ്ണം ഓടിക്കാൻ ഞങ്ങൾക്ക് പറ്റൂ, അല്ലാതെ പറ്റില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻ്റെ മേധാവി എന്ന് പറഞ്ഞത് ഞങ്ങളിത് പോറ്റി പറഞ്ഞപ്പം ഉരുക്കി എന്നാണ് പറയുന്നത്. പലരും സംശയിക്കുന്നത് ഈ പോറ്റി ഇവിടെ പോയി സന്ദർശനം നടത്തിയതിന് ഇയാളെ കണ്ടതിന് ശേഷമാണ് ഈ നിലപാട് മാറ്റമെന്ന് പറഞ്ഞു നിൽക്കുന്നത്. ഈ പോറ്റ് കേരളം വിട്ടു. വെക്കുന്ന ഈ രണ്ട് അന്വേഷണത്തിൽ ഇടയിൽ പോറ്റ് കേരളം വിടുകയും പല സ്ഥലങ്ങളിൽ പോവുകയും പല ആളുകളെ കാണുകയും ചെയ്തു. പോറ്റി എത്രത്തോളം അറസ്റ്റ് വൈകി, മുരാരി ബാബു എത്രത്തോളം അറസ്റ്റ് വൈകി, ഈ പറയുന്ന സുധീഷ് കുമാർ എത്രത്തോളം അറസ്റ്റ് വൈകി, ഇനി വരാനിരിക്കുന്ന അറസ്റ്റുകൾ എത്രത്തോളം വൈകും. ഈ സമയം അത്രയും ഈ പറയുന്ന സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനാണെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ വല്ലാത്ത വൈഭവമുള്ളവരാണ് ഇക്കൂട്ടർ. അതുകൊണ്ട് കാലതാമസത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. ഷാറി ബാബു, വാസുവിനെ ചോദ്യം ചെയ്തെങ്കിൽ അന്വേഷണം ഒരു പ്രത്യേക പോയിന്റിൽ എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പ്. ഇനി വേണ്ടത് അന്വേഷണ സംഘത്തിന്റെ കാല് പറക്കാത്ത ഇച്ഛാശക്തിയും വിൽപ്പോറുമാണ്. കോടതി കൊടുക്കുന്ന ഒരു കാര്യത്തിൽ അത് സാധ്യമാകുമെന്നും കരുതുന്നുണ്ടോ ഷാറി ബാബു? തീർച്ചയായും ഹാഷ്മി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈ അന്വേഷണം ഇതിനേക്കാൾ വേഗത്തിൽ മുന്നോട്ട് പോകേണ്ടതാണ്. ഈ പ്രതികളെ വളരെ വേഗത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടതുമായിരുന്നു. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യാൻ എടുത്ത സമയം നമ്മുടെ മുമ്പിലുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ആരുടെ വക്താവാണ് എന്നാണ് ഇപ്പോൾ ഗോപൻ ചോദിക്കുന്നത്. അയ്യപ്പ സംഗമത്തിൻ്റെ കാലത്ത് സർക്കാരിനെതിരായിട്ടുള്ള കരുവായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആരൊക്കെയോ ഉപയോഗിച്ചു എന്നാണ്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി
ഒപ്പമാണ് പ്രവർത്തിച്ചിരുന്നത്? ആരുടെ കാലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറയുന്ന തരത്തിൽ ദേവസ്വം സന്നിധാനത്ത് ഇത്തരത്തിൽ എല്ലാവിധ സ്വാധീനത്തോടെ പൂണ്ട് വിളയാടാൻ അവസരം കിട്ടിയത് ആരുടെ കാലത്തായിരുന്നു? ആരൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കൾ? ആർക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഭീമ ജ്വല്ലറിയിൽ നിന്ന് കിട്ടിയ ആ ഓഫ് റോഡ് ജീപ്പിന്റെ താക്കോല് കൈമാറിയത്? ദേവസ്വം മന്ത്രി, ഏത് ദേവസ്വം മന്ത്രി ആയിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധം ഉണ്ടായിരുന്നത്? ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ നിൽക്കുമ്പോഴാണ് ഗോപൻ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ആളാണ് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റാരുടെയോ വക്താവാണെന്ന് പറയുന്നത്. ഇതെന്തൊരു ലോകമാണെന്ന് നോക്കണേ. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ കാലത്താണ് ഈ വിധ എല്ലാ സ്വാധീനവും ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ കൺമുമ്പിൽ പച്ചയായ യാഥാർത്ഥ്യത്തോടെ നിൽക്കുകയാണ്. ഇത് ഇപ്പോൾ സർക്കാർ എല്ലാം വളരെ ഓപ്പണാണ്, സർക്കാരിനൊന്നും മറച്ചു വെക്കാനില്ല എന്ന് പറയുകയാണ്, സർക്കാർ വിശ്വാസികളോടൊപ്പമാണ് എന്ന് പറയുകയാണ്. കാശ്മീർ സർക്കാർ വിശ്വാസികളോടൊപ്പമാണ്, സർക്കാരിന് ഒന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ സർക്കാർ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കേരള ഹൈക്കോടതി വളരെ രൂക്ഷമായ ഭാഷയിലാണ് നിലവിലെ ദേവസ്വം ബോർഡിനെ വിമർശിച്ചത്. 2019 കൊള്ളയെ മറച്ചു വെക്കാനാണ് 2025 ഈ പറയുന്ന പ്രശാന്തിന്റെ ബോർഡ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ അതേ പണി ഏൽപ്പിച്ചത്. മെയിൽ അയച്ചു വരുത്തുകയായിരുന്നു. മെയിൽ അയച്ചു വരുത്തിയത് അതും സ്പെഷ്യൽ കമ്മീഷൻ അറിയാതെ ദേവസ്വം മാനുവൽ ലംഘിച്ചുകൊണ്ട് ഈ പറയുന്ന സ്വർണം പൂശാൻ പുറത്തേക്ക് കയറ്റിവിട്ടത് എല്ലാവിധ നിയമലംഘനവും നടത്തിക്കൊണ്ടാണ് എന്ന് വരുമ്പോൾ ഈ ദേവസ്വം ബോർഡിനെ ഒരു നിമിഷം അവിടെ നിർത്താൻ ഈ സർക്കാർ തയ്യാറാവുമോ? വിശ്വാസികളോടൊപ്പമാണ്, ക്ഷേത്ര വിശ്വാസികളോടൊപ്പമാണ്, അവിടുത്തെ അഴിമതിക്കെതിരാണ് തങ്ങൾ എന്ന് സർക്കാരിന് ഉറപ്പുണ്ടെങ്കിൽ സർക്കാർ ആദ്യം ചെയ്യേണ്ടത് ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനത്തിന് വിധേയമായിട്ടുള്ള ഈ ബോർഡിനെ The sequence of events unmistakably indicates that the TDP officials consciously attempted to hand over the gold-clad Dwarapalaka secretly to Mr. Unnikrishnan Potti in 2025 to suppress the earlier gold pilferage. എന്ന് പറഞ്ഞാൽ the sequence of events unmistakably indicates എന്ന് പറഞ്ഞാൽ consciously attempted എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കോടതിക്ക് സംശയങ്ങളൊന്നുമില്ല. എന്താണ് 19 തട്ടിപ്പ് മറയ്ക്കാൻ വേണ്ടിയാണ് 25 ഈ പണി കാണിച്ചതെന്ന്. ഹാഷ്മി എന്നിട്ടോ ഹാഷ്മി ഈ പരാമർശം നീക്കി കിട്ടണം എന്ന് പറഞ്ഞു ഞാൻ കോടതി പോകുന്നു പറഞ്ഞു. പോയില്ല. അദ്ദേഹം കോടതി പോയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും നാളെ വരെ ആ പരാമർശം നീക്കിയിട്ടില്ല. എന്ന് വെച്ചാൽ കേരള ഹൈക്കോടതിയുടെ രൂക്ഷമായ പരാമർശത്തിന് അഴിമതി മറച്ചു വെക്കാൻ ശ്രമിച്ച ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ആസ്ഥാനത്ത് ആ ക്ഷേത്ര ഭരണത്തിന്റെ തലപ്പത്തിരിക്കുകയാണ് ഹാഷ്മി. എന്നിട്ടാണ് ഇവിടെ ചർച്ചയ്ക്ക് വന്നിരുന്നിട്ട് ഞങ്ങളെല്ലാം സുതാര്യമാണ് എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാം സുതാര്യമായിട്ട് നടക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഹാഷ്മി തുടക്കത്തിൽ പറഞ്ഞില്ല SIT കുറിച്ച്. എനിക്ക് സംശയമുണ്ട് ഹാഷ്മി. ഇപ്പോൾ ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് റാന്നി കോടതിയിൽ കൊടുത്ത ആ റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? അതായത് 2019 മാർച്ച് 19 കട്ടിളപ്പാളിയിലെ ആ സ്വർണ്ണപ്പാളികൾ ചെമ്പാണ് എന്ന് എഴുതാൻ വാസു നിർദ്ദേശിച്ചത് എന്ന ആ വിവരം ആരാ പറയുന്നത്? അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ്. ആ റിപ്പോർട്ടിലുള്ളതാണ്. വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ചെമ്പാക്കി മാറ്റാൻ ഞാൻ എഴുതിയത് എന്ന് മുരാരി ബാബു പറഞ്ഞിരിക്കുന്നു. ആ വിവരം കസ്റ്റഡി റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ്. SIT ആദ്യം ചെയ്യേണ്ടത് എന്താണ്? SIT ചോദ്യം ചെയ്ത് വിട്ടിരിക്കുന്നു. എന്തുകൊണ്ടാ വാസുവിനെ അറസ്റ്റ് ചെയ്യാത്തത്? വാസുവിനെതിരെ ഗുരുതരമായി തെളിവ് നിൽക്കുകയാണ്. വാസുവിനെതിരെ ഗുരുതരമായി തെളിവ് നിൽക്കുന്നു, മൊഴി നിൽക്കുന്നു. വാസു ഉദ്യോഗസ്ഥന് ദേവസ്വം കമ്മീഷണറായിരിക്കുമ്പോൾ വാസു 3-ാം പ്രതിയാണ്. ഈ കേസിൽ വാസു 3-ാം പ്രതിയാണ്. വാസു 3-ാം പ്രതിയായിട്ടുള്ള ആ വാസുവിനെതിരായ ശക്തമായ മൊഴി നിൽക്കുമ്പോൾ വാസുവിനെ ചോദ്യം ചെയ്ത് വിട്ടു എന്ന് പറഞ്ഞാൽ SITയുടെ നിലപാടിൽ ആശങ്കപ്പെടാൻ ഭക്തന്മാർക്ക് അവകാശമില്ലേ? ഞങ്ങളങ്ങനെ ആശങ്കപ്പെട്ടാൽ അതിൽ തെറ്റ് പറയാൻ സാധിക്കില്ല. അന്വേഷണം എത്താത്തത് ഇല്ല. അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ചോദ്യം തുടക്കം അതാണ്. വാസുവിലേക്ക് അന്വേഷണം എന്ന് പറഞ്ഞാൽ ഈ അന്വേഷണത്തിന് 2-ാം ഫേസാണ്. 2-ാം ഫേസിൽ കോടതി ഒന്നുകൂടി ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെങ്കിലോ? അപ്പോൾ നാളെ കൊടുക്കുന്ന ഇടക്കാല റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കോടതിയുടെ ഒരു ബ്ലാങ്ക് ചെക്ക് കൂടി വാങ്ങേണ്ടതുണ്ടെങ്കിലോ അന്വേഷണത്തിന്? അങ്ങനെ ആലോചിച്ചൂടെ അറിവ് ബാബു? അത് സംശയിക്കണോ ഇപ്പൊ തന്നെ? കോടതി ബ്ലാങ്ക് ചെക്ക് കൊടുത്തിരിക്കുകയാണ് കാശ്മീർ SITക്ക്. നിങ്ങൾ ഏത് ഉന്നതരിലേക്കും അന്വേഷണം എത്തിക്കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഏത് ഉന്നതന്മാരിലേക്കും അന്വേഷണത്തും ആ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണം. കോടതി ബ്ലാങ്ക് ചെക്ക് കൊടുത്തിരിക്കുകയല്ലേ, ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുകയല്ലേ. ഇവിടെ തുടക്കത്തിൽ കോടതിയുടെ 2-ാമത്തെ വിധി വരുന്നതിന് മുമ്പ് പിണറായി വിജയന്റെ ഒരു പരാമർശം ഞാനിപ്പോൾ ഓർമ്മിക്കുക. പിണറായി വിജയൻ പറഞ്ഞു ദേവസ്വം ബോർഡിനെതിരെ പരാമർശമൊന്നുമില്ലല്ലോ, ദേവസ്വം ബോർഡിനെതിരെ പരാമർശവും ദേവസ്വം ബോർഡ് ഭരണസമിതിക്കെതിരെ ഒരു കുറ്റവും ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ്. എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡ് ഭരണസമിതിക്കാരെ തുടരുത് എന്ന് കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ക്ലിയർ മെസ്സേജാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഇവിടെ 420 പേജുള്ള ഫയൽ UB മല്യ
സ്വർണം പൂശിയതിൻ്റെ ഫയൽ എവിടെയായിരുന്നു ഹാഷ്മി? ദാ ഇന്നലെയാണ് കണ്ടെത്തിയത്, കഴിഞ്ഞ ദിവസമാണ് കണ്ടെത്തിയത്. എവിടെയായിരുന്നു? ഇവർ ഒളിപ്പിച്ചു വെച്ചക്കായിരുന്നു. ഇത് ഈ ഒളിപ്പിച്ചു വെച്ചത് SIT ആവശ്യപ്പെട്ട് പലതവണ കൊടുത്തില്ല. ഒടുവിൽ ഫൈനൽ വാണിംഗ് കൊടുത്തപ്പോഴാണ് ഇപ്പോൾ കൊടുത്തത്. മരാമത്ത് വകുപ്പിന്റെ പഴയ കെട്ടിടത്തിൽ പഴയ സ്ഥലത്തെ കണ്ട് ഒളിപ്പിച്ചു വെച്ചക്കായിരുന്നു. വിജിലൻസ് ആവശ്യപ്പെട്ടു, വിജിലൻസിന് മുമ്പിൽ ഇത് ഹാജരാക്കിയില്ല, കൊടുത്തില്ല. 420 പേജുള്ള ഫയൽ എന്ന് വെച്ചാൽ ഇവർക്ക് ഇതിന്റെ ടോപ്പ് ടു ബോട്ടം ഈ അഴിമതിയിൽ അവർക്ക് പങ്കുണ്ടെന്ന്. ഇതിന്റെ ആളുകൾ ഉന്നത ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, ഈ ഭരണസമിതിക്കാർ മുഴുവൻ, അത് പത്മകുമാറുണ്ട്, വാസുണ്ട്, ഇപ്പോഴത്തെ പ്രശാന്ത് അടക്കം ഇതിൽ പ്രതികളാണ്. എന്ന് വെച്ചാൽ CPM-ന്റെ നേതാക്കന്മാർക്ക് നേരിട്ട് പങ്കുള്ള കാട്ടുകൊള്ളയാണ്, അമ്പലക്കൊള്ളയാണ് നടന്നിരിക്കുന്നത്. വിശ്വാസികളെ ഇവർ വഞ്ചിച്ചിരിക്കുകയാണ്. ശരി, ഞാൻ PK കോമലക്ക് മറുപടി കേൾക്കാം. അല്ല, ഒരു വിശ്വാസം തർക്കം വേണ്ട. ഇത് കേവലം ഒരു മോഷണം മുതൽ എന്താണ് മാല ശരി, ഇപ്പൊ വഴിയരികിൽ നിന്ന് വീട്ടമ്മയുടെ മാല പിടിച്ചുകൊണ്ട് വിറ്റു എന്ന പോലുള്ള കവർച്ചാ കേസല്ല ഇത്, വിശ്വാസികളെ വഞ്ചിച്ച കേസാണ്. അതിൽ തർക്കം വേണ്ട. ശ്രീ ജോർജ് ജോസഫ്, അതാണ് ആ കേസിന്റെ. പക്ഷേ ഇപ്പൊ നാളെ ഇടക്കാല ഉത്തരവ് നാളെ വീണ്ടും തുടരന്വേഷണ റിപ്പോർട്ട് SIT കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നു. അതുവരെ അത് അങ്ങേയറ്റം സീക്രസി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് കോടതി തന്നെ പറഞ്ഞ പ്രകാരം മറ്റു വിവരങ്ങളൊന്നും പുറത്തേക്കില്ല. പക്ഷെ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം ഒരു ഗോവർദ്ധൻ പെട്ടെന്ന് പൊട്ടി വീഴുകയാണ്. അതായത് ഈ സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റിയ പോറ്റിയും സംഘവും അതുകൊണ്ട് സ്മാർട്ട് ക്രിയേഷൻ കൊണ്ട് ഉരുക്കിയ സ്വർണം കൊണ്ട് ആർക്കാണ് ഗോവർദ്ധന് വിൽക്കുന്നു. ഗോവർദ്ധന് 15 ലക്ഷം രൂപ കൊടുക്കുന്നു. SIT പോകുന്നു, തൊണ്ട് മുതൽ കണ്ടെടുക്കുന്നു എന്ന് പറയുന്നത് ഒരു ചേരുംപടി ചേരാൻ വ്യക്തിപരമായി ഞാൻ കാണുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഈ പറയുന്ന രീതിയിൽ അങ്ങ് ഈ അന്വേഷണത്തിന്റെ ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളുടെ മുന്നോട്ട് പോക്കിനെ കാണുന്നത് എങ്ങനെയാണ് ജോർജ് ജോസഫ്? ഇല്ല, ഞാൻ ഇത് നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്ത് പോകുന്നതായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം എന്താ പറയുക, സ്വല്പം താമസമില്ലാത്തതുണ്ടാവും. എടുത്തു ചാടി ഈ അന്വേഷണ ടീമിൽ മുന്നോട്ട് പോകാനൊക്കത്തില്ല. എന്തായാലും വളരെ ശ്രമഫലമായി 420 പേജും ഉള്ള മഗസറിൻ്റെ കോപ്പി കഴിഞ്ഞ ദിവസമാണ് കിട്ടിയത്. അത് ഇതിൻ്റെ അടിസ്ഥാന രേഖയാണ്. നമുക്ക് ശബരിമലയിൽ വിജയമല്യ അവിടെ 30 കിലോ കൊണ്ടുവന്നെന്ന് പറയുന്നെങ്കിലും അവിടെ അടിച്ചത് എത്രയാണ് എന്ന് ഈ മഗസറിലുണ്ട്. അത് ദ്വാരപാലക ശില്പത്തി 1565 ഗ്രാം അടിച്ചിട്ടുണ്ട്, മഗസറിനകത്തുള്ളതാണ്. കട്ടിളയിൽ 2520 ഗ്രാം അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീകോവിലുള്ള ചുറ്റുപാളികളിൽ 4303 ഗ്രാം അടിച്ചു. ഇത് മഗസറിലുള്ള കാര്യമാണ്. അങ്ങനെ 8387 ഗ്രാം അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ആ ദ്വാരപാല ശില്പത്തിൽ ഇവിടെ എല്ലാം കൂടെ എത്ര ഗ്രാം ഇരിക്കുന്നത് ഇപ്പം കണക്ക് ക്ലിയർ ആയില്ല, അതിപ്പം ക്ലിയർ ആവും. അത് ഇപ്പം അവിടെ എത്രയുണ്ട്, പ്രശ്നം തീർന്നു. അപ്പോൾ അതായിരുന്നു ഈ അന്വേഷണത്തിന് ഇതുവരെ ഉണ്ടായ തടസ്സം. ഇപ്പം നല്ല ക്ലിയർ കട്ടായ ഒരു അന്വേഷണത്തിന് അവർക്ക് വിഷൻ കിട്ടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ അതിനകത്ത് ഏകദേശം ഈ 8387 ഗ്രാം ഈ 2019 നഷ്ടപ്പെട്ട കാര്യമാണ്. അതിൽ മിച്ചം അവിടെ എത്രയുണ്ട്? കാലാകാലങ്ങളിൽ വരുന്ന പ്രസിഡന്റുമാർ ഇത് ഊറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നമുക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഗോവർദ്ധൻ അവിടെ ആദ്യം 15 ലക്ഷം രൂപ, പിന്നെ എല്ലാം കൂടെ ഒരു 70 ലക്ഷം രൂപ, 85 ലക്ഷം രൂപ അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ശബരിമലയിലെ അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റുമാരും അവിടുത്തെ സ്റ്റാഫുകളൊന്നും സ്വർണം വെളിയിൽ കൊടുത്ത് വിറ്റ് അതിൻ്റെ കാശിൻ്റെ പങ്കേ വാങ്ങിക്കുകയുള്ളൂ. സ്വർണം ആരുടെ വീട്ടിൽ നിന്നും കിട്ടില്ല, ഉറപ്പ്. എല്ലാവരും പണം സമ്പാദിച്ചിട്ടുണ്ട്. ആ പണം വന്ന് ഉണ്ണികൃഷ്ണൻ പറ്റി ഏത് രീതിയിൽ ഇവർക്കൊക്കെ എത്തിച്ചു കൊടുത്തു, ആരും മുഖേന കണ്ടുപിടിക്കേണ്ടത്. അങ്ങ് പറഞ്ഞ അന്വേഷണത്തിൽ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പോറ്റിക്കൊക്കെ അയ്യപ്പനിൽ തരിമ്പ് വിശ്വാസമുണ്ടോ? ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പണി കാണിക്കുമോ? പോറ്റി ആവട്ടെ, മുരാരി ആവട്ടെ, ഈ പറയുന്ന സുധീഷ് കുമാർ ആവട്ടെ, ഈ പറയുന്ന തട്ടിപ്പുകാർ ആരൊക്കെ ആവട്ടെ, അവർക്ക് ഈ പറയുന്ന ശബരിമല എന്ന സങ്കല്പത്തിൽ തരിമ്പിന് വിശ്വാസമില്ല. പോട്ടെ, മറ്റൊരു കാര്യം, അതുകൊണ്ട് അവർ അയ്യപ്പനെ വിറ്റ് ലക്ഷങ്ങൾ കോടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു അക്കാര്യം തർക്കമില്ല. അത് ഒരു ഗോവർദ്ധൻ മാത്രം. ഇപ്പോൾ ഗോവർദ്ധൻ കൊടുത്ത 70 ലക്ഷം ഈ പാളിയുടെ പേരിലല്ല. ഗോവർദ്ധൻ സ്വർണം ശ്രീ ജോർജ് ജോസഫ് ഗോവർദ്ധൻ ആദ്യമായി പൊട്ടി വീഴുന്ന ആളുമല്ല. അയാൾ സ്പോൺസറായിരുന്നാണ് പറയുന്നത്. സ്പോൺസറായിരുന്ന ആൾ പൂജ സ്വർണം കൊടുത്തിട്ടുള്ള ആളെന്നാണ് പറയുന്നത്. സ്വർണം കൊടുത്തിട്ടുള്ള ആൾ ഈ 15 ലക്ഷം രൂപയ്ക്ക് ഈ പറയുന്ന അയ്യപ്പൻ്റെ സ്വർണം എന്താ മോഷണം മുതൽ വാങ്ങിയെന്നൊക്കെയാണ് പറയുന്നത്. ജോർജ് ജോസഫ്, താങ്കൾ പറയുന്നത് ആ കവർച്ചാ വഴിയാണ്. പക്ഷെ കവർച്ചാ വഴി മാത്രമല്ലെന്ന് അന്വേഷിക്കേണ്ടത്. കവർച്ചാ വഴിയിലേക്ക് നയിച്ച ഉത്തരവുകൾ, അതിൻ്റെ ഗൂഢാലോചന, ഏതോ പോറ്റി, ഏതോ മുരാരി, ഏതോ സുധീഷ് മാത്രം വിചാരിച്ച ഈ പണി മൊത്തം നടക്കുമോ തുടങ്ങിയ വിശാലമായ അന്വേഷണത്തിൽ പോകുമോ എന്ന ചോദ്യം ശ്രീ ജോർജ് ജോസഫ്. അതെ, അതിലേക്ക് വരുന്നുണ്ട്. അതിലേക്ക് കിട്ടിക്കഴിഞ്ഞ അവർക്ക് എവിഡൻസ്
ഇപ്പം നമുക്കറിയാം വാസുവിന് അടുത്ത അറസ്റ്റ് വാസുവാണ്, അതിന് മാറ്റമൊന്നുമില്ല. അതുപോലെ തന്നെ അവിടെ ജയശ്രീ എന്ന് പറഞ്ഞാൽ അവരിപ്പം ലോവർ കോടതിയിൽ പോകാതെ ഹൈക്കോടതിയിൽ പോയി വലിയ ദേവസ്വം ബോർഡിലെ VIP ആണല്ലോ ജയശ്രീ. അവിടെ പോയി ജാമ്യത്തിന് ഹൈക്കോടതി അത് പരിഗണിക്കാൻ പോലും പറ്റും. നിങ്ങൾ ലോവർ കോടതിയിൽ പോകും, താഴേന്ന് കയറി അന്നേരം ആലോചിക്കാം. അപ്പം ഇതിനകത്ത് ഗവൺമെൻറ് വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല, അത് ആദ്യം മനസ്സിലാക്കുക. ഇതിനകത്ത് ഹൈക്കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് ഇല്ലെങ്കിൽ കോർട്ടലക്ഷ്യത്തിന് ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സമാനം പറയണ്ടേ? കോടതി കൃത്യമായിട്ട് ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു വെച്ചിട്ടുണ്ട്, അതിൻ്റെ റിപ്പോർട്ട് അങ്ങ് കൊടുത്താൽ മതി. അതിനകത്ത് എനിക്ക് തോന്നുന്നില്ല സ്വല്പം സമയം എടുക്കും. കാരണം ഇത്രയും വലിയൊരു തട്ടിപ്പ് 1998-99 കാലഘട്ടം മുതൽ തുടങ്ങിയതാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ വാസുവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹം വിവരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാസുവിന് അവിടെ ഒരു മെസ്സേജ് ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ചിട്ടുണ്ട്. അതിനകത്തൊക്കെ കഥകൾ അവർ വേറെ ആയിരിക്കും പറയുന്നത്. പക്ഷേ ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ അടുത്ത അറസ്റ്റും ആണ്, യാതൊരു സംശയമില്ല. അത് കഴിഞ്ഞാൽ വീണ്ടും വരും. അത് കഴിഞ്ഞാൽ പത്മകുമാറിൻ്റെ കാര്യത്തിൽ ഇതേ തന്നെ അവസ്ഥ. ഞാൻ കണക്ക് കൂട്ടുന്നത് അങ്ങനെയാണ്. പക്ഷേ നമ്മൾ ഈ പെട്ടെന്ന് എത്തൂല, സ്വല്പം സ്ലോ ആവും. കാരണം എല്ലാം കാരണം ഇവരെ ചാടിക്കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രയോജനമില്ല. നമുക്ക് എവിഡൻസ് വന്ന ശേഷമേ അറസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പം ഇതിനകത്ത് ഇപ്പം ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വാസുവിനെ വിട്ടു. പ്രൈമറി ക്വസ്റ്റ്യൻ എന്താ വാസു പറയുന്നത് കേൾക്കട്ടെ, അത് ഹൈക്കോടതി കൊടുക്കണ്ടേ? അത് ശരിയാണോ എന്ന് പിന്നെ വെരിഫൈ ചെയ്യുമ്പോഴാണ് പിന്നെ അറസ്റ്റ് വരുന്നത്. അതുകൊണ്ട് എല്ലാ പ്രതികളെയും ആദ്യം ചോദ്യം ചെയ്ത് വിടും. അവർ പറയാനുള്ള കള്ളത്തരമാണെങ്കിലും സത്യമാണെങ്കിലും എന്തായാലും പറയട്ടെ. അത് വെരിഫൈ ശേഷം മാത്രമേ അറസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ധൃതി പിടിക്കരുത്. ഇതിനകത്ത് എൻ്റെ ഒരു ധാരണ 1999 മുതൽ ദേവസ്വം ബോർഡിൽ ഇരുന്നവരെല്ലാവരും പ്രസിഡന്റുമാരെല്ലാവരും അവരുടെ മെമ്പർമാർ, അവർ കൊണ്ടുവന്ന മെമ്പർമാരും എല്ലാവരും ജോർജ് ജോസഫ്, താങ്കൾ പറയുന്ന അന്വേഷണത്തിന്റെ പരിമിതി കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇപ്പുറം നിൽക്കുന്ന ഈ സംഘം വൻ സംഘമാണെന്നേ. ഇപ്പൊ നിലവിൽ ഇവരുടെ ബാരക്കിലിരിക്കുന്ന അഭിഭാഷകരുടെ പേര് കേട്ടത്ര ഞെട്ടും. ട്രയൽ സമയമാകുമ്പോഴേക്കും അവർ ഇറക്കാനിരിക്കുന്ന കോടി വിലയുള്ള പഞ്ചനക്ഷത്ര വക്കീലന്മാരുടെ പേര് കേട്ടാൽ നമ്മൾ ഞെട്ടും. ഇവർ ചില്ലറക്കാരല്ല ശ്രീ ജോർജ് ജോസഫ്. അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് എസ്ഐറ്റിക്കുണ്ടോ എന്ന് ചോദ്യമുണ്ട്. ഇല്ല, അത് അത്ര പവർ ഉണ്ട്, യാതൊരു സംശയമില്ല. കാരണം SITയെ കൺട്രോൾ ചെയ്യുന്ന ഗവൺമെൻറ് അല്ല, ആഭ്യന്തര വകുപ്പല്ല, പിന്നെ DGP അല്ല, അവരവിടുത്തെ സ്റ്റാഫാണെന്നല്ലേ ഉള്ളൂ. അത് കൺട്രോൾ ചെയ്യുന്നത് മുഴുവൻ ഡിവിഷൻ ബെഞ്ചാണ്. അത് ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ചാണ്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയാണ് ഈ കാര്യത്തിനകത്ത്. കാരണം ഇത്രയെങ്കിലും നടന്നല്ലോ. കള്ളന്മാർ അവിടെ തന്നെ വന്നവരെല്ലാം കള്ളന്മാരാണെന്ന് മനസ്സിലായി, എല്ലാവരും കൂട്ടുനിന്നില്ലേ. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ട, സ്വല്പം സമയമെടുക്കും SITയുടെ അന്വേഷണം മുന്നോട്ട് വരാൻ. അടുത്ത വാസുവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് മുമ്പുള്ള വാസു പോലുള്ള കഥാപാത്രങ്ങൾ, ശേഷമുള്ള കഥാപാത്രം, ഇപ്പോഴത്തെ പ്രസിഡന്റ് വരെ അന്വേഷണം നടത്തിയുള്ളൂ. ഇവരൊക്കെ വെച്ചിരിക്കുന്ന വീട് കണ്ടല്ലോ, മണിമാളിക കണ്ടില്ലേ? അത് ദേവസ്വം ബോർഡിൽ വന്ന് കയറി പറഞ്ഞാൽ എങ്ങനെയാണ് പറ്റുന്നത്? അതുവരെ അവർ താമസിച്ച വീടും ഇവിടെ വന്ന് 1, 2, 3 വർഷം കഴിയുമ്പോൾ അവർ മണിമാളിക വെക്കുകയാണ്. അതിനൊക്കെ ഒരു ഗുണം അതിനുള്ള ചില ദൃഷ്ടാന്തങ്ങൾ ഇപ്പോൾ ഞാൻ അങ്ങനെ എത്താം എന്ന് പറഞ്ഞാൽ ഇതാണെങ്കിൽ ഇതിൽ അവിടെ ആയിരക്കണക്കിന് അവിടെ ഇപ്പൊ ശബരിമലയിൽ ആത്മാർത്ഥമായി പണി ചെയ്യാനാണെങ്കിൽ വേറെ പണി ഇഷ്ടം പോലെ ഉണ്ടെന്നേ. ആ പണിയൊന്നും ചെയ്യാതെ ഈ കട്ടള ദ്വാരപാലകരുടെ പണികൾ കൂടെ ഇളക്കിയെടുത്ത് കൊണ്ടുപോകാൻ തുടങ്ങിയ ശുഷ്കാന്തി എന്തിനാണ്? 19 പറഞ്ഞ പോലെ 24 വരുമ്പോഴും അന്ന് പ്യുവർ ചെമ്പ്, പിന്നെ സ്വർണ്ണമായി, പിന്നെ 24 ഉത്തരവിൽ വീണ്ടും ചെമ്പാവുന്നത് എങ്ങനെയാണ് തുടങ്ങിയ ദുരൂഹതകൾ കൂടി അന്വേഷണ വഴിയിൽ കാണുമെന്ന് കാത്തിരുന്ന് കാണാം. നാളെ ഇടക്കാല ഉത്തരവ് അക്കാര്യത്തിൽ, നാളത്തെ തുടരന്വേഷണ റിപ്പോർട്ട് അക്കാര്യത്തിൽ നിർണായകമാണ്. PK ഗോപൻ, RV ബാബുവിനും സനിൽ ബോസിനും മറുപടി പറഞ്ഞോളൂ. ഒപ്പം ഈ വാസു 2019 ദേവസ്വം കമ്മീഷൻ ആയിരിക്കുന്ന കാലത്താണ് സ്വർണ്ണപ്പാളി ഇളക്കിയെടുത്ത് നാട് കടത്തിയതെന്നും സ്വർണ്ണം ചെമ്പാക്കിയത് ആദ്യം ഈ വാസുവാണെന്നും രേഖാമൂലം വ്യക്തമാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഞാൻ ദീർഘവീക്ഷണം ചെയ്തതല്ല. 8 മാസങ്ങൾക്കപ്പുറം ആദ്യമായ ഒരു ഉദ്യോഗസ്ഥൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി. CPM പൊളിറ്റിക്കൽ നോമിനിയായിരുന്നു ശ്രീ PK ഗോപൻ. അതെ, അവർ രണ്ടുപേരും രാഷ്ട്രീയമായി ഈ പ്രശ്നത്തെ കാണാൻ ശ്രമിക്കുന്നവരാണ്. ഇവിടെ നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് പറയുന്നത് പോലെ കുടലെടുത്ത് കാണിച്ചാൽ വാഴനാരെന്ന് പറയാൻ താല്പര്യപ്പെടുന്ന ഒരു പൊളിറ്റിക്സ് അതിൻ്റെ പുറകിലുണ്ട്. പക്ഷേ നമ്മുടെ ബഹുമാനായ റിട്ടയേർഡ് പോലീസ് സൂപ്രണ്ട് അദ്ദേഹം ശ്രീ ഹാഷ്മി ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞ ഈ ധൃതി വേണ്ട എന്നുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ SITയെ സംശയിക്കേണ്ട എന്നുള്ള പ്രശ്നം, ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണം, ഗവൺമെൻറ് അതിനകത്ത് ഇടപെടുന്നില്ല എന്നുള്ള പ്രശ്നം, ഇതൊക്കെ തന്നെയല്ലേ അദ്ദേഹം മറ്റൊരു ഭാഷയിൽ വിശദീകരിച്ചത്. ഏതെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടല്ലോ ഈ കാര്യങ്ങൾ വന്നത്. അപ്പോൾ എത്ര കൃത്യമായിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഇത് നിങ്ങൾ മാധ്യമങ്ങൾ നാളെ അറസ്റ്റ് ചെയ്യണം, പ്രതിപക്ഷം നാളെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ ചർച്ച നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ യുക്തിയില്ലായ്മയെക്കുറിച്ചാണ് പറഞ്ഞത്. കാരണം ഈ പ്രശ്നം കേരളത്തെ ആകെ ഞെട്ടിച്ച സംഭവമാണ്. ഇത് ലക്ഷക്കണക്കിന് പൊതുവെ ദക്ഷിണേന്ത്യക്കാരായ വിശ്വാസികളുടെ ഒരു വിശ്വാസ കേന്ദ്രത്തിൽ അവർ അവരുടെ വിയർപ്പിൻ്റെ ഭാഗമായി ഉണ്ടാക്കുന്ന പണത്തിൽ
ഒരു പങ്ക് ശബരിമലയ്ക്ക് സമർപ്പിക്കുകയാണ്. ആ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 1050-ൽ പരം ക്ഷേത്രങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. ഒരു 10, 25, 30 അല്ലെങ്കിൽ ഏറി വന്നാൽ 50 ക്ഷേത്രങ്ങളിലാണ് സ്വന്തമായി വരുമാനമുള്ളത്. ബാക്കിയുള്ള എല്ലാ ക്ഷേത്രങ്ങളെയും ശബരിമലയുടെ കൂടി വരുമാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സംരക്ഷിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു വലിയ ഉദ്യോഗസ്ഥ വൃന്ദം, എന്തായാലും ശരി, നിങ്ങളിൽ പലരും പലപ്പോഴും ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ വിശ്വാസമുള്ളവരൊന്നും അല്ല ഇവരാരും തന്നെ. അവർക്ക് ശബരിമലയെ സംബന്ധിച്ച് അവർക്കൊരു കൊള്ള നടത്തുന്ന ഒരു കേന്ദ്രം മാത്രമാണ്. അവിടെ പോയി ഉദ്യോഗസ്ഥരായിട്ട് ജോലി ചെയ്യുന്നത് എത്രയോ പതിറ്റാണ്ടുകൾ നേരത്തെ. എങ്ങനെയായിരുന്നു അവിടുത്തെ നിയമനം? ശ്രീ ഹാഷ്മി, ഇവർക്ക് ദേവസ്വം ബോർഡുകാർ പൈസ വാങ്ങിച്ചുകൊണ്ട് അവിടെ ഉദ്യോഗസ്ഥരെ ഡയറക്റ്റ് നിയമിക്കുകയായിരുന്നു. ബോർഡ് ഡയറക്റ്റായിരുന്നു നിയമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വന്നത്. അപ്പോൾ 15 ലക്ഷം 20 ലക്ഷം വലിയ തുക കൊടുത്ത് കൈക്കൂലി വാങ്ങിച്ച് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതും അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി അവിടെ അഴിമതി നടത്തിക്കൊണ്ടിരുന്നവരുമാണ് ദേവസ്വം ബോർഡ് ജീവനക്കാരിൽ ഒരു ചെറിയ പങ്ക്. ഞാൻ മഹാഭൂരിപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നില്ല, ഒരു ചെറിയ പങ്ക്. അതിന് പിന്തുണയുമായിട്ട് രാഷ്ട്രീയ നേതൃത്വം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വം അതിന് പിന്തുണ കൊടുക്കുന്നില്ല എന്ന് 100 തെളിവുകളിലൂടെ ബോധ്യപ്പെടും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അവിടെ ഇപ്പോൾ ശ്രീ RV ബാബു എന്താ ഇവിടെ പറഞ്ഞത്? മുഖ്യമന്ത്രി കൊടുത്തതിനകത്തൊരു മെസ്സേജ് ഉണ്ടെന്ന്. മുഖ്യമന്ത്രി എന്താ അന്ന് പറഞ്ഞത്? മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് ഒരു പ്രാവശ്യമേ പ്രതികരിച്ചിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞു ഇപ്പോഴേ ബഹളം ഉണ്ടാക്കണ്ട, എത്ര സംഭവങ്ങൾ കേരളത്തിൽ നടന്നതാ, വരട്ടെ, ദേവസ്വം ബോർഡിലേക്ക് എത്തിയില്ലല്ലോ, എത്തുകയാണെങ്കിൽ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ദേവസ്വം ബോർഡിലേക്ക് എത്താൻ പാടില്ലെന്നാണോ മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ മെസ്സേജ്? അത് നോർത്ത് ഇന്ത്യൻ പൊളിറ്റീഷ്യൻസും മറ്റു പലരും കൊടുക്കുന്ന മെസ്സേജ്. അത് നമ്മുടെ പൊളിറ്റിക്സിനകത്ത് അത് വരില്ല. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ എത്തിയാൽ, അതിനെ വായിച്ചെടുക്കാൻ പറ്റില്ലേ? എത്തിയാൽ അതിന് ശിക്ഷ ഉണ്ടാവുമെന്നല്ലേ പറഞ്ഞതിൻ്റെ മലയാളം? ആ അർത്ഥത്തിൽ അതിനെ കാണേണ്ടത്. പിന്നെന്താണ് അയാൾ പലരുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ? അതിന് ഞാൻ ഏറ്റവും നല്ല മറുപടി പറയാൻ പറ്റുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രതികരണമുണ്ട് അതിനകത്ത്. ഈ കാര്യം വന്നപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്. പല കാര്യത്തിൻ്റെ കൂട്ടത്തിലാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു എൻ്റെ കൂടെ നിന്ന് ആരെല്ലാം ഫോട്ടോ എടുക്കുന്നു, സോണിയാഗാന്ധിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത കഥ അങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് അത് ഞാൻ കുറ്റമായിട്ട് കാണില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പലരുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇനി 2019 ശ്രീ ഹാഷ്മി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കയറി തുടങ്ങിയത്? അദ്ദേഹം കയറി തുടങ്ങിയിട്ട് 1/4 നൂറ്റാണ്ടായി. പല ദേവസ്വം ബോർഡുകാരുടെയും കാലത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് 2019 മുതലൊന്നും അല്ല. ഇവിടെ ശ്രീ ജോർജ് ജോസഫ് സാർ ചൂണ്ടിക്കാണിച്ച് ഒരു കാര്യം അതിനകത്ത് നമ്മൾ നേരത്തെ തന്നെ പറയുന്നതും എടുക്കുന്നതുമായ കാര്യമാണ്. 8300-ലധികം ഗ്രാം സ്വർണ്ണമാണ് അവിടെ തെളിയിക്കപ്പെട്ട സ്വർണ്ണം. അപ്പം മല്യ കൊടുത്ത സ്വർണ്ണം എത്രയാണ്, അവശേഷിക്കുന്ന സ്വർണ്ണം എത്രയാണ്? ഇത് കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്തം SITക്ക് ഉണ്ടല്ലോ. അപ്പം നമുക്കറിയാമല്ലോ എത്ര സ്വർണ്ണം നഷ്ടപ്പെട്ടെന്ന്. അത് കാശായിട്ട് മാറ്റിയാലും കൈൻഡായിട്ട് മാറ്റിയാലും എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവുമല്ലോ. അപ്പോൾ SITയുടെ അന്വേഷണം വളരെ ക്രിസ്റ്റൽ ക്ലിയർ തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ വേർഡ് ആവർത്തിക്കുന്നു. ജോർജ് ജോസഫ് സാർ പറയുന്നത് എല്ലാം ശരിവെക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ഇന്റർഫിയറൻസും വാസു അറസ്റ്റിലാവുമെന്നും ജോർജ് ജോസഫ് പറഞ്ഞു. അത് ശരിവെക്കുന്നുണ്ടോ? അല്ല, എല്ലാം ശരി. എന്തിനാ അങ്ങനെ പറയുന്നേ? ഞാൻ അദ്ദേഹം പറഞ്ഞതിനകത്ത് എനിക്ക് എടുക്കാവുന്ന കാര്യമല്ലേ എടുത്തുള്ളൂ. പല കാര്യത്തിലും വ്യത്യാസമുണ്ട്. അത് ഞാൻ ആ അഭിപ്രായ വ്യത്യാസം ഇതിന്റെ പേരിൽ ഞാൻ അഭിപ്രായ വ്യത്യാസം ഇതിന്റെ പേര് വെക്കുന്നില്ല. കാരണം അദ്ദേഹം അത് എല്ലാം എടുക്കുമ്പോൾ എനിക്ക് ആവശ്യമുള്ള എടുത്താൽ പോരെ ഹാഷിമെ? ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ലേ എടുക്കാറുള്ളൂ. എന്തുകൊണ്ട് ഞാൻ ഈ പറയുന്ന പോയിന്റ് നിങ്ങൾ അവരുടെ മുമ്പിൽ സമർത്ഥിക്കാൻ പരിശ്രമിക്കുന്നില്ല? അപ്പം നിങ്ങൾക്ക് ആ പോയിന്റ് ആവശ്യമില്ല. നിങ്ങൾക്ക് ഗവൺമെന്റ് പ്രതിയാണെന്ന് വരുത്തി രാഷ്ട്രീയമായിട്ട് ഇതിനെ എവിടെങ്കിലും കൊണ്ട് കെട്ടാവുന്ന നോക്കുന്നേ. ഞങ്ങൾ നോക്കുന്നതല്ല. ഞങ്ങൾക്ക് പത്മകുമാറും വാസുവും ഞങ്ങൾ ഒന്നുമല്ല. CPIM ഇവരാർക്കെങ്കിലും എന്തെങ്കിലും പെശക് പറ്റിയാൽ CPIM-ന് അതിന് നടപടിയെടുക്കാനുള്ള കരുത്തുണ്ട്. ആ പാർട്ടിയാ CPM. അവരെ പ്രൊട്ടക്ട് ചെയ്യില്ല, ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഇവരെ ഒരു കാര്യം ഏൽപ്പിച്ചു, അവർ സുതാര്യമായിട്ട് ചെയ്തു ഞങ്ങൾ വിശ്വസിക്കുന്നു. അവർക്ക് പെശക് പറ്റിയോ? പെശക് പറ്റിയെന്ന് കോടതി പറയട്ടെ. പെശക് പറ്റിയെങ്കിൽ അവരുടെ പേര് കേസെടുക്കട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ വാസുവിനെ അറസ്റ്റ് ചെയ്തില്ലല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ? വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ സമയമായില്ല. വാസുവിൻ്റെ കയ്യിൽ ശ്രീ ബഹുമാന്യനായ വാസുവിൻ്റെ കയ്യിൽ നിന്ന് വേണ്ടത്ര തെളിവ് കിട്ടിയാൽ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവർ സുഖമായിട്ട് ഊരിപ്പോകും. ഒരു കേസിനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, വേണ്ടത്ര എവിഡൻസോടുകൂടി പോലീസ് കേസ് ഫ്രെയിം ചെയ്തില്ലെങ്കിൽ സുഖമായിട്ട് കോടതി ഊരിപ്പോരും. അങ്ങനെ വരുമ്പോൾ അത് നാടിന് നഷ്ടമാണ്. പിന്നെ വാർത്ത പറഞ്ഞിട്ട് കാര്യമില്ല. അവരിതാ ഊരിപ്പോയിരിക്കുന്നു, ഗവൺമെന്റ് ജാഗ്രത കാണിച്ചില്ല, പോലീസ് ജാഗ്രത കാണിച്ചില്ല. പോലീസിനെ സംബന്ധിച്ച് ഇപ്പം കേരളത്തിലുണ്ടായിട്ടുള്ള എത്രയോ സംഭവങ്ങൾ നോക്ക്. ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് ഉണ്ടായ ഒരു കൊലപാതകത്തിൽ ബന്ധപ്പെട്ട് മാങ്ങ കാണിച്ച്, പച്ചമാങ്ങ കാണിച്ച്, ഇട്ട ചെരുപ്പ് കാണിച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് പിണറായി വന്നിട്ട് ആസാമിലെ ഗുഹയിൽ പോയി അവനെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ജയിലിൽ അടച്ചത്.
ഏത് കേസാ ശ്രീ ഹാഷ്മി കേരളത്തിൽ തെളിയിക്കപ്പെടാതെ കിടക്കുന്നത്? ഒരെണ്ണത്തിന്റെ പേര് പറ നിങ്ങൾ. ഏത് കേസാ ശിക്ഷിക്കപ്പെടാതെ പോകുന്നത്? എത്ര വിജിലന്റാ കേരളത്തിലെ പോലീസ്? അവരെ അതുകൊണ്ടല്ലേ അവരെ തുറന്നു വിട്ടിരിക്കുകയാണ്. ഹൈക്കോടതി എടുത്തിരിക്കുകയാണ് അവരെ. ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു റോളും അതിനകത്തില്ല. അതിലാണ് ഞങ്ങളുടെ വിശ്വാസം. അതിലാണ്. ഏതിലാ? സർക്കാരിൽ, അതായത് ഹൈക്കോടതിയിലാണ് നിങ്ങൾക്കും വിശ്വാസം? അതായത് സർക്കാരിന്റെ നിയന്ത്രണമില്ലാതെ ഹൈക്കോടതി എടുത്ത അന്വേഷണ സംഘത്തെ ഹൈക്കോടതി തുറന്നു വിട്ടതിലാണ് നിങ്ങൾക്കും വിശ്വാസം എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ പോലീസിനെ വിശ്വാസം എന്ന് പറയാണോ CP ഗോവൻ? അങ്ങനെ പറയാവോ? CPM വെറുതെ അങ്ങനെ ഒരു നരേറ്റീവ് വേണ്ട എൻ്റെ ഹാഷ്മിയെ. ഞങ്ങൾ പറഞ്ഞതല്ല. ഞങ്ങൾ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടു. 3 അന്വേഷണ കമ്മീഷന്റെ പ്രപ്പോസൽ ഞങ്ങൾ വെച്ചു. ഇനി ആ അന്വേഷണ കമ്മീഷന്റെ പുറത്താണ് CBI വന്നാലും ഞങ്ങൾ എതിർക്കില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് CBIയോട് യോജിപ്പില്ല. അതൊരു അമിത്ഷായുടെ കീഴിലുള്ള ഒരു ഏജൻസിയാണ്. പക്ഷെ ഞങ്ങൾക്ക് അവരെയാണോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വെക്കുന്നത്? ഞങ്ങൾ അത് എതിർക്കുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞവരാ. അല്ലാതെ ദേവസ്വം ബോർഡ് മന്ത്രി പറഞ്ഞതുപോലെ 3 അന്വേഷണ ഏജൻസിയുടെ പ്രപ്പോസൽ വെച്ചു. അതിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അംഗീകരിച്ചു. ഹൈക്കോടതി ഗംഭീരമാണ്. ഹൈക്കോടതിയുടെ 1 അല്ല 2 അല്ല 8 ഇടക്കാല ഉത്തരവുകൾ. 8 ഇടക്കാല ഉത്തരവിൽ ആദ്യ ഇടക്കാല ഉത്തരവ് വായിച്ചാൽ തന്നെ കോടതിക്ക് ഈ വിഷയത്തിലുള്ള ആഴത്തിലുള്ള ബോധ്യങ്ങൾ, ആഴത്തിലുള്ള കൺവിക്ഷൻ, കോടതി വായിച്ച രേഖകളൊക്കെ ഒന്നാന്തരം ബോധ്യം ഒന്നാമത്തെ ഇടക്കാല ഉത്തരവിലുണ്ട്. അത് 8ാമത്തെ ഇടക്കാല ഉത്തരവിലേക്ക് വരുമ്പോഴേക്കും സൂക്ഷ്മമായി നോക്കിയാൽ 1ാമത്തെ ഉത്തരവിന്റെ എക്സ്റ്റൻഷനാണ് 8ാമത്തെ ഇടക്കാല ഉത്തരവ് എന്ന് കാണാം. നാളെ വരാൻ പോകുന്ന തുടരന്വേഷണ റിപ്പോർട്ട്, നാളെ ഒരുപക്ഷെ വന്നേക്കാവുന്ന 9ാമത്തെ ഇടക്കാല ഉത്തരവ് ഈ കേസിൽ നിർണായകമാണ്. ഷാനിൽ ബോസ്, ഇത് സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ അത് വിറ്റ് പൈസ പുട്ടടിച്ചു, അതൊന്നും അല്ലെന്നേ പ്രശ്നം. ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഗോവർദ്ധനും ഈ പറയുന്ന കോടികളുടെ സ്വർണം കൊടുക്കുന്ന കോടീശ്വരന്മാരും അല്ലാത്ത സാധാരണക്കാരെ വിശ്വാസികളുണ്ട്. അവർ അയ്യപ്പൻ ഒരു തരി പൊന്ന് എന്ന് പറഞ്ഞ രീതിയിൽ തീരെ ചെറിയ അളവിൽ സ്വർണം കൊടുക്കുന്നവരുണ്ട്. ആ സ്വർണം കൊടുക്കുമ്പോഴേക്കും ഇത് യഥാർത്ഥത്തിൽ വല്ലവൻ്റെയോ കാമാശയത്തിലേക്കാണോ പോകുന്നത് എന്ന കൈവറയ്ക്കാതിരിക്കാൻ ആ വിശ്വാസം തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ആ വിശ്വാസം തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ ഹീസ്റ്റിന്റെ മാസ്റ്റർ ബ്രെയിൻ അകത്താവേണ്ടതുണ്ട്. മുരാരി, ഈ പറഞ്ഞ സുധീഷ് കുമാർ എന്നതിനൊക്കെ അപ്പുറം അത് സാധ്യമാകുമോ എന്നതാണ് കേരളത്തിന്റെ ആകാംക്ഷ. ശ്രീ അനിൽ ബോസ്. അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പൊരു കാര്യം പറയട്ടെ. ജോർജ് ജോസഫ് സാറ് ഇതിൻ്റെ അകത്ത് പറഞ്ഞൊരു കാര്യത്തോട് ഒരു തിരുത്തലുണ്ട് എനിക്ക്. തിരുത്തൽ എന്ന് പറഞ്ഞത്, വിജയ് മല്യ കൊടുത്ത സ്വർണം, ആ സ്വർണത്തിൽ എത്ര അളവ് കുറഞ്ഞു, ആ കുറഞ്ഞ സ്വർണം കണ്ടുപിടിക്കുക, അതെങ്ങോട്ട് പോയി എന്ന് കണ്ടുപിടിക്കുക എന്ന പരിമിതമായ ഒരു സർക്കിളിൽ നമുക്ക് ഒതുക്കി നിർത്താൻ കഴിയുന്ന കാര്യം. ജോർജ് ജോസഫ് സാർ സ്വർണത്തിൻ്റെ വിലയായിട്ടല്ല അതിനെ കണക്കാക്കുന്നത്. അതിൻ്റെ മൂല്യം വളരെ വലുതാണ്. അതുകൊണ്ട് സ്വർണത്തിൻ്റെ അളവ് വെച്ച് ഇത്ര ഗ്രാം സ്വർണം കുറഞ്ഞു, അതിന് ഇത്ര തുകയല്ലേ ഉള്ളൂ എന്നൊരു അസസ്മെൻറ്റിലേക്ക് പോകാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ ആ സ്വർണം അല്ലെങ്കിൽ ആ ദ്വാരപാല വിഗ്രഹം എവിടെ സൂക്ഷിക്കുന്നു എന്ന് അതിന് കൊടുത്തിട്ടുള്ള മൂല്യം, അതിന് കൊടുത്തിട്ടുള്ള തുക എന്ന് പറയുന്നത് സ്വർണത്തിൻ്റെ വിലയല്ല. ഒരിക്കലും ഒരു സ്വർണത്തിൻ്റെ വിലയാവില്ല. അത് അതിനേക്കാൾ അപ്പുറമുള്ളൊരു തലത്തിൽ ചർച്ച ചെയ്യേണ്ടതും പരിശോധിക്കേണ്ടതും അന്വേഷിക്കേണ്ടതുമായ വിഷയമാണ് എന്നത് ഏറ്റവും ഗൗരവമർഹിക്കുന്ന കാര്യമാണ്. പിന്നെ ഇവിടെ CPM പ്രതിനിധി പറഞ്ഞു പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം സ്വാഭാവികമായും ഭരണപക്ഷത്തെ വിമർശിക്കുക എന്നുള്ളത് കേവലമായി നടക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ ചർച്ചയിൽ ഞാനങ്ങനെ വിമർശിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞത് CPM പ്രതിനിധി പറയുന്നത് ജീവനക്കാർ എന്ന് മാത്രമാണ്. എന്തുകൊണ്ടാണ് ഈ ജീവനക്കാർ എന്ന് മാത്രം പറയുന്നത്? ഇവിടെ കൃത്യമായ ഉത്തരവ് കൊടുത്തിരിക്കുന്ന 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, അത് എൻ വാസു ആണെങ്കിലും ഇപ്പോഴിരിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആണെങ്കിലും, ഇവർ കൃത്യമായി ഫയലിൽ ഒപ്പിട്ട് സാങ്ഷൻ കൊടുത്തിരിക്കുന്നവരാണ്. സമാന സ്വഭാവത്തിൽ, മനസ്സിലായില്ലേ? അപ്പോൾ ജീവനക്കാർ എന്ന് പറഞ്ഞാൽ ജീവനക്കാരുടെ തലയിൽ മാത്രം കെട്ടിവെക്കുന്ന നടപടികളിലേക്ക് പോകാതെ CPMൻ്റെ പ്രതിനിധിയാണെങ്കിലും CPM ആണെങ്കിലും പറയുന്നതിന് ഉദ്ദേശശുദ്ധിയുള്ളത്, അത് ശരിയുടെ പക്ഷമാണ് അവർ പറയുന്നതെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കുറ്റപ്പെടുത്തുകയല്ല ഞാൻ ചെയ്തത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിൽ മാത്രം ഒതുക്കി നിർത്താതെ അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരും പേഴ്സണൽ സ്റ്റാഫായിട്ട് ഇരുന്നവരും അടക്കം ഈ ഫയൽ പ്രിപ്പയർ ചെയ്ത ക്ലർക്ക് അടക്കമുള്ള ആളുകൾക്കെതിരെ അന്വേഷണം വേണമെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ഇപ്പോഴത്തെ തസ്തിക എന്നാണെന്നറിയാവോ ഹാഷ്മി? വിജിലൻസ് ഓഫീസർ. ലീവ് എടുത്ത് വീട്ടിലിരിക്കുക. എന്തിന് ലീവ് എടുത്തു? അന്വേഷിക്കണ്ടേ? എന്തുകൊണ്ട് ലീവ് എടുത്തു? അന്വേഷിക്കണ്ടേ? അപ്പൊ അത്തരം ഗൗരവമുള്ള കാര്യങ്ങൾ ഉണ്ടെന്നേ ഇതിൻ്റെ അകത്ത്. എനിക്ക് മനസ്സിലാവും. അത്തരം ഗൗരവമുള്ള സാഹചര്യം അതിനെ അതിന്റെ തലത്തിൽ കാണാൻ CPMന് കഴിയുന്നുണ്ടോ? CPM ചർച്ചയിൽ അത് പറയുന്നുണ്ടോ? ഹാഷ്മി ചോദിച്ചു വിശ്വാസികളും അവിശ്വാസികളും. അവിശ്വാസികളെ അധികാരം ഏൽപ്പിച്ചിട്ട് കാര്യമുണ്ടോ? മിനിമം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നവനെങ്കിലും വേണ്ടേ ദേവസ്വം ഭരണം ഏൽപ്പിക്കാൻ? ദൈവഭയം ഇല്ലാത്തവൻ കൊള്ളയടിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ? അല്പം ഭക്തനാണെങ്കിൽ അവൻ ദൈവഭയം ഉണ്ടാകും. അവനോ അവൻ്റെ തലമുറയ്ക്കോ, ഇപ്പം ഹാഷ്മി പറഞ്ഞതുപോലെ അവൻ്റെ കുലം മുടിഞ്ഞു പോകും എന്ന് പറഞ്ഞതുപോലെ ആ ഒരു ഭയമെങ്കിലും ഉണ്ടാകും ഒരു ഈശ്വര വിശ്വാസിയാണെങ്കിൽ. അതില്ലാത്ത ആളുകൾക്ക് എന്ത് വിശ്വാസം?
അവർക്ക് പണം കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ ഞാൻ ഇവിടെ വന്ന് കേവലമായ ഒരു രാഷ്ട്രീയ ആക്ഷേപം ഭരണപക്ഷത്തിനെതിരെ ഞാൻ ഉന്നയിച്ചില്ല. പക്ഷെ ഭരണപക്ഷം 2019 തിരിച്ചറിവുണ്ടായിട്ടും ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യം അതിന്റെ ശബരിമലയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഭരണസമിതിക്കും ബോർഡിനും ബോർഡ് അംഗങ്ങൾക്കും ബോർഡിലെ ഉദ്യോഗസ്ഥർക്കും ബോധ്യമുണ്ടായിട്ടും അത് കോടതി വരേണ്ടി വന്നു, സ്പെഷ്യൽ റിപ്പോർട്ട് വരേണ്ടി വന്നു. ഇതെല്ലാം ഭൂതത്തെ തുറന്നു വിടുന്നത് പോലെ പുറത്തു വരാൻ എന്നാണ് യാഥാർത്ഥ്യം. മനസ്സിലായില്ലേ? അതുകൊണ്ട് സ്വാഭാവികമായും ഗവൺമെന്റും ഭരണസമിതിയും വിമർശിക്കപ്പെടും. അതിന് രാഷ്ട്രീയമായി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? രാഷ്ട്രീയമായി വിമർശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊള്ളയെല്ലാം അടിച്ചോ, ഞങ്ങൾ മിണ്ടായിരിക്കണമെന്നാണോ അതിനർത്ഥം? ഞങ്ങൾ മിണ്ടായിരിക്കണമെന്നാണോ അതിനർത്ഥം? ഇത് കേവലം ഒരു രാഷ്ട്രീയമല്ലെന്നേ, ഇത് വിശ്വാസികളുടെ പ്രശ്നമാണെന്നേ. ലക്ഷോപലക്ഷം വരുന്ന നമ്മുടെ സംസ്ഥാനത്തെയും നമ്മുടെ രാജ്യത്തെയും രാജ്യത്തിന് പുറത്തും അടക്കമുള്ള അയ്യപ്പ ഭക്തന്റെ വിഷയമാണ്, അവരെ വേദനിപ്പിക്കുന്ന വിഷയമാണ്. എന്തെല്ലാം പ്രതീക്ഷകളും പ്രത്യാശകളും ആഗ്രഹങ്ങളും അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി സമർപ്പിക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ സുതാര്യമായി കാര്യങ്ങൾ നടക്കണം. ഞാൻ ചോദിക്കട്ടെ ആഷ്മി, നമ്മൾ എത്രയോ പ്രാവശ്യം ആദ്യത്തെ തവണ ഇപ്പം എൻ വാസു എന്ന് പറയുന്ന ആൾ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ ഈ പിന്നെ ചെമ്പുപാളിയാണെന്ന് എഴുതി വിട്ടു, സ്വർണം മിച്ചം വന്നു, അത് കല്യാണത്തിന് കൊടുക്കട്ടെ എന്ന് അതേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെയല്ലേ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി മെയിൽ അയച്ചത്. അപ്പോൾ പോലും അദ്ദേഹത്തിന് തിരിച്ചറിയില്ലേ അയ്യപ്പന് വേണ്ടി സമർപ്പിക്കപ്പെട്ട സ്വർണം മിച്ചം വന്നത് കല്യാണത്തിന് സംഭാവന കൊടുക്കണം എന്നൊരു സ്പോൺസർ എന്ന് പറയുന്ന ഒരു വിദ്വാൻ മെയിൽ അയച്ചാൽ, അയ്യോ എനിക്ക് മെയിൽ വന്നു, ഞാനത് ഫോർവേഡ് ചെയ്തതേ ഉള്ളൂ, ഇതെന്താ വെള്ളരിക്കപ്പെടണമാണോ? അപ്പൊ അത്തരം കാര്യങ്ങൾ ചോദിക്കുമെന്നേ. പ്രതിപക്ഷം ചോദിക്കും, മാധ്യമങ്ങൾ ചോദിക്കും, കോടതി ചോദിക്കും, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചോദിക്കും. സുതാര്യമാണ് നടപടിയെങ്കിൽ സർവത്ര അന്വേഷണം വേണമെന്നും കുറ്റക്കാരെ കയ്യാമം വെക്കണമെന്നുമാണ് CPM പറയേണ്ടത്. അത് പറയുന്നില്ല. അവരുടെ ഓരോ ആളുകൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും ജീവനക്കാർ എന്ന് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവർ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ ഭരണസമിതിക്ക് കൊടുക്കുന്നു എന്ന് നമ്മൾ ആക്ഷേപിക്കുന്നത്. വിമർശനമാണെന്ന് പറഞ്ഞാലും അത് ശരിയാണ്. പക്ഷേ എല്ലാവരും അവിശ്വാസം എന്ന് പറയുന്നത് കാര്യം. ഞാൻ മനോരമയിൽ ഒരു വാർത്ത വായിക്കാം. ആറന്മുളയിലെ അഷ്ടമിരോഹിണി വള്ളസന്ധ്യയുമായി ബന്ധപ്പെട്ട സമൂഹമാധ്യമ പോസ്റ്റിൽ തിരുത്തലുമായി CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി. ഭഗവാന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ല എന്ന വാചകം തിരുത്തി. ഈ വാചകത്തെ ആചാരലംഘനം നടന്നതായി കള്ളം പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർ വിശ്വസിക്കില്ല എന്ന് മാത്രമല്ല പൊറുക്കില്ലെന്ന് ഓർക്കുന്നത് നന്ന് എന്നാക്കി മാറ്റി ചെയ്തത്. അപ്പോൾ ഭഗവാന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ എന്നൊക്കെ എഴുതുന്ന ആരോ ഉണ്ട് അതിനകത്ത്. എല്ലാവരും അവിശ്വാസികളെന്ന് പറയില്ലേ? ശരി ഷാറി ബാബു, ഷാറി ബാബു, ഞാൻ ശ്രീ അനിൽ ബോസിനോട് ചോദിച്ച അതേ ചോദ്യം അങ്ങോട്ട് ആവർത്തിക്കുക. ഇതൊരു സാധാരണ ഭക്തന്റെ ഉള്ളിലെ വേദനയാണ്. ആ വേദന ശമിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ വേദന മാറണമെങ്കിൽ ശരി ഷാറി ബാബു, ഇതൊരു സാധാരണ ഭക്തന്റെ ഉള്ളിലുണ്ടാക്കുന്ന മുറിവ് ചെറിയ മുറിവല്ല. അവരൊരു പക്ഷേ പുറത്തു വന്ന് പ്രതിഷേധിക്കാൻ കരുത്തുള്ള പാങ്ങുള്ളവനായിരിക്കില്ല. പക്ഷെ ആ മുറിവ് ഉണക്കണമെങ്കിൽ ഈ കാട്ടുകൊള്ളയുടെ മാസ്റ്റർ ബ്രെയിൻ ആരാണോ, എത്ര ഉന്നതനാണോ, അയാൾ അകത്ത് കിടക്കണം. അത് സംഭവിക്കുമോ ഷാറി ബാബു? സംഭവിക്കും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്. കാരണം ഹൈക്കോടതിയുടെ ഒരു മോണിറ്ററിങ്ങിലാണല്ലോ അന്വേഷണം നടക്കുന്നത്. പക്ഷേ അതിനെത്ര കാലവിളംബം വരും എന്നറിയില്ല. പക്ഷേ അതുപോലെ തന്നെ എല്ലാവരും ഈ കുറ്റം ചെയ്തവരെല്ലാവരും ഈ വലയിൽ പെടുമോ എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് ഉറപ്പില്ല. ഇന്നത്തെ രാഷ്ട്രീയ സ്വാധീനം ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും, ഇപ്പോൾ ഗോപൻ പറയുന്നത് അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിൽ തെളിഞ്ഞതിന് ശേഷം നമുക്ക് പറയാമെന്നാണ്. അങ്ങനെ ഒരു നിലപാടാണോ CPM എല്ലാ വിഷയത്തിലും എടുത്തിട്ടുള്ളത് ഹാഷ്മി? ഇപ്പോൾ സോളാർ വിഷയത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിന് ശേഷമാണോ അവരൊക്കെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത്? ഞാൻ രാഷ്ട്രീയം പറയില്ല. ഇരട്ടത്താപ്പ്, ആ ഇരട്ടത്താപ്പ് നല്ലതല്ല. CPM ഈ കാര്യങ്ങളിലൊക്കെ ഇരട്ടത്താപ്പാണ്. CPMന്റെ നിലപാട് എല്ലാ കാര്യങ്ങളിലും അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തിയതിന് ശേഷം മാത്രമാണ് സർക്കാർ നടപടിയെടുക്കണം എന്ന് CPM ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെയാണോ? അല്ലല്ലോ. ഇന്ന് നമ്മുടെ മുമ്പിലുള്ള വിവരങ്ങൾ, അതും കോടതി പറഞ്ഞ വിവരങ്ങൾ, കോടതി വ്യക്തമാക്കിയ വിവരങ്ങൾ, ജഡ്ജ്മെന്റിൽ പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് പ്രതിയാണ്. അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പിണറായി വിജയൻ പറഞ്ഞു. ആ പിണറായി വിജയന്റെ മുമ്പിലല്ലേ ഇപ്പോൾ ദേവസ്വം ബോർഡിനെ കുറിച്ച് ശക്തമായ വിമർശനത്തോടെ മുൻ ദേവസ്വം ബോർഡ് മെമ്പർമാരടക്കം പ്രതികളാക്കപ്പെട്ട രീതിയിൽ കോടതിയുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നത്, ജഡ്ജ്മെന്റ് പുറത്തു വന്നത്? എന്തേ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവാത്തത്? സമയം കഴിയണം. ഇപ്പോൾ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയാവണം എന്ന ഒരു പരോക്ഷ വിമർശനത്തിൽ കെ മാണിക്കെതിരെ സമരം ചെയ്തവരാണ്. അപ്പൊ അത് കാരണം നേർക്കുന്ന വിമർശനത്തിൽ അതിൽ നടപടിയില്ല എന്ന് പറയുന്നത് സാധൂകരിക്കാവുന്നതല്ല. സമയം കഴിഞ്ഞുകൊണ്ടാണ്. എന്തായാലും നാളത്തെ സമർപ്പിക്കുന്ന രണ്ടാമത്തെ തുടരന്വേഷണ റിപ്പോർട്ട് നിർണായകമാണ്. നാളത്തെ ഇടക്കാല ഉത്തരവും അതിനിർണായകമാണ്. എൻകൗണ്ടർ പൂർണ്ണമായും ചർച്ചയിൽ പറഞ്ഞത് എല്ലാവർക്കും നന്ദി. അറിവ് ബാബുവിലേക്കും PK ഗോവിലേക്ക് ഒരിക്കൽ കൂടി പോകാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കണം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.